Naive Bayes follows a strict logical sequence. The baseline. What are the general odds of this happening? The clues. How does the new feature data change those odds? ഇപ്പോൾ ഒരു പുതിയ ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഓരോ ഫീച്ചർ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ ഫീച്ചർ സെലക്ഷനിൽ പറഞ്ഞപ്പോൾ ഫോർവേഡ് സെലക്ഷനും ബാക്ക്വേർഡ് സെലക്ഷനും പറഞ്ഞു. ഫോർവേഡ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഓരോന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് എത്ര പെർഫോമൻസ് ഇൻക്രീസ് ആവുന്നുണ്ട് അല്ലെങ്കിൽ എത്ര ചേഞ്ച് വരുന്നുണ്ട് നോക്കുന്നത്. ആൻഡ് ബാക്ക്വേർഡ് സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടലി ആഡ് ചെയ്തിട്ട് അതിന് ഓരോന്നായിട്ട് റിമൂവ് ചെയ്തിട്ട് എന്തുമാത്രം പെർഫോമൻസ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്, സ്റ്റിൽ ആ ഒരു പെർഫോമൻസ് സെയിം ആണോ എന്നുള്ളത്, അങ്ങനെയാണ് ഫീച്ചർ സെലക്ഷൻ ചെയ്യുക. അതേപോലെ ഇവിടെ ഈ ഒരു നെയ്വ് ബയാസ് എന്ന് പറയുന്നത് ആക്ച്വലി അസ്യൂം ചെയ്യുന്നത് ഈ ഫീച്ചേഴ്സ് തമ്മിൽ കണക്ഷനൊന്നുമില്ല എന്നാണ് ആക്ച്വലി. അതിന് പ്രോബബിലിറ്റി ആ ഒരു ഔട്ട്കമ്മിൽ മാത്രമായിരിക്കും ഫോക്കസ്. ഇപ്പോൾ രണ്ട് ഫീച്ചർ തന്നിട്ടുണ്ടെങ്കിൽ ഏജും ഇൻകവും തന്നിട്ടുണ്ടെങ്കിൽ അത് ആക്ച്വലി വിചാരിക്കുന്നത് ഈ ഒരു ഏജും ഇൻകവും തമ്മിൽ വലിയ കണക്ഷനൊന്നുമില്ല, രണ്ടും സെപ്പറേറ്റ് ഇതാണ്. അതിൻ്റെ അതേപോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ ഒരു പുതിയ ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്താലും അതിനെ ഇൻഡിവിജ്വലായിട്ട് തന്നെയാണ് ഈ ഒരു അൽഗോരിതം ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദ കാൽക്കുലേഷൻ കമ്പൈൻ ദം യൂസിങ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. സോ അത് ഫോക്കസ് ചെയ്യുന്ന നെയ്വ് ബയാസ് ടോട്ടലി അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് തമ്മിൽ കണക്ഷനൊന്നുമില്ല, ഇൻഡിവിജ്വലി ട്രീറ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ പ്രോബബിലിറ്റിക്ക് മാത്രമാണ് അത് ടോട്ടലി ഒരു വെയിറ്റ് കൊടുക്കുന്നുള്ളൂ. ആൻഡ് ദ കാൽക്കുലേഷൻ കമ്പൈൻ ദം യൂസിങ് എ കണ്ടീഷണൽ പ്രോബബിലിറ്റി. ഇപ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്യാനുള്ള ആ ഒരു ഇതിനാണ് ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. പുതിയതായിട്ട് ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്യുമ്പോൾ സർട്ടൈൻ ആയിട്ടുള്ള മറ്റൊരു ഇവൻറ്റിന് ഉണ്ടാകുന്ന പ്രോബബിലിറ്റി, അതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. എ ഡിപ്പെൻസ് ഓൺ ബി, ആ ഒരു ടൈപ്പിലുള്ളത്. സോ ആ ഒരു തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പുതിയൊരു ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ഔട്ട്കമ്മിന് എന്ത് ചേഞ്ച് വരും, അല്ലെങ്കിൽ ഔട്ട്കം അല്ലെങ്കിൽ ഔട്ട്പുട്ടിന് എന്ത് ചേഞ്ച് വരും എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ഒരു 5 ഫീച്ചേഴ്സ് ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു 6ാമതൊരു ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, അല്ലെങ്കിൽ ഈ ഒരു വാല്യൂവിൽ ചേഞ്ച് വരികയാണ്. ആ ഒരു ചേഞ്ച് വരുമ്പോൾ എന്ത് ചേഞ്ചാണ് ഔട്ട്പുട്ടിൽ വരുന്നത് എന്നുള്ളതാണ് ഇത് നോക്കുന്നത്. ദ ഡിസിഷൻ റൂൾ കാൽക്കുലേറ്റ് ദ ഫൈനൽ സ്കോർ ഫോർ എവറി പോസിബിൾ കാറ്റഗറി ആൻഡ് സിംപ്ലി പിക്ക് ദ ഹയസ്റ്റ് നമ്പർ. നേരത്തെ ആ ഒരു 85%, 50% പറഞ്ഞില്ല. ഒരു ഇമെയിൽ എത്ര സ്പാം ആവാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ സ്പാം ആവാൻ ചാൻസ് ഇല്ല, രണ്ടിൻ്റെയും പ്രോബബിലിറ്റി അത് ചെക്ക് ചെയ്യും. എന്നിട്ട് അതിൽ ഹയർ സ്കോർ ഏതാണോ വരുന്നത് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യും. ദിസ് ഈസ് കോൾഡ് ദ മാക്സിമം പോസ്റ്റീരിയർ. ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് മാക്സിമം പോസ്റ്റീരിയർ എന്ന് പറഞ്ഞിട്ട്. Then the harsh industry truth. Data scientists intentionally lie to their models, make them run faster. This is the naive assumption. We force the algorithm to pretend that every single feature is completely independent. ഇതാണ് പറഞ്ഞൊരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഒരു ഭയങ്കര പോസിറ്റീവ് സൈഡാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല. കാരണം ഈ മോഡൽസ് എല്ലാ ഫീച്ചറിനെയും ഇൻഡിവിജ്വലി ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഏജും ഇൻകവും തമ്മിൽ അയാളുടെ ഒരു ഇൻകം ലെവല് ആക്ച്വലി ഇപ്പോൾ ഒരു ഡിസീസ് അല്ലെങ്കിൽ ഒരു ഡിസീസിൻ്റെ ഇതാണെന്ന് വയ്ക്കുക. ഇപ്പോൾ ഡയബറ്റീസ് പ്രൊഡിക്ഷൻ ആണെന്ന് വയ്ക്കുക. സോ ഡയബറ്റീസ് പ്രൊഡിക്ഷൻ വരുമ്പോൾ ആ ഒരു 2-3 ഫീച്ചേഴ്സ് എന്തായാലും റിലേറ്റഡ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ മേ ബി ബ്ലഡ് പ്രഷറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു 2-3 ഫീച്ചർ. ഏജ് മേ ബി റിലേറ്റഡ് ആയിട്ടുണ്ടാവും. ഏജ് കൂടുമ്പോൾ ഡയബറ്റീസ് വരാനുള്ള ചാൻസ് ചിലപ്പോൾ ഉണ്ടാവും. സോ ഈ ഏജും ആ ഒരു ബ്ലഡ് പ്രഷറും തമ്മിൽ ഒരു റിലേഷനും ഇല്ല എന്നാണ് അത് അസ്യൂം ചെയ്ത് വെച്ചേക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഡൗൺ സൈഡ്. സോ അതേപോലെ തന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സും തമ്മിലും അങ്ങനെ തന്നെയാണ് അത് ട്രീറ്റ് ചെയ്യുന്നത്. അതാകെ നോക്കുന്നത് പ്രോബബിലിറ്റി ബേസ്ഡ് ആണ്. ആൻഡ് വി അസ്യൂം ദ വേർഡ് മണി ഹാസ് അബ്സൊല്യൂട്ട്ലി നോ റിലേഷൻഷിപ്പ് ടു ദ വേർഡ് ഫ്രീ. ഇൻ റിയാലിറ്റി ദേ ആർ ഹൈലി കണക്റ്റഡ്. ഇൻ ദ മോഡൽ ദേ ആർ കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ മണിയും ആൻഡ് ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡും യാതൊരു വിധത്തിലും റിലേറ്റഡ് അല്ല എന്നാണ് ഈ ഒരു സർട്ടൻ മോഡൽ അസ്യൂം ചെയ്യുക. ബട്ട് ആക്ച്വലി ഇൻ റിയൽ വേൾഡിൽ അത് റിലേറ്റഡ് ആണ്. പക്ഷെ അത് ഇതിനറിയേണ്ട കാര്യമില്ല, ജസ്റ്റ് ഇൻഡിവിജ്വലി അതിനെ ട്രീറ്റ് ചെയ്യുന്നു. മനസ്സിലാവുണ്ടോ? കുഴപ്പമില്ല. ഓക്കെ, ആക്ച്വലി നമുക്ക് ഡെഫിനിഷൻ അറിയില്ല എന്ന് വിചാരിക്കുക ഈ ഇൻ്റർവ്യൂവിന് വയ്ക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ എക്സാമ്പിൾസ്, അറ്റ്ലീസ്റ്റ് എക്സാമ്പിൾസ് എങ്കിലും അറിയാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കറക്റ്റ് പ്രോപ്പർ ഡെഫിനിഷൻ അറിയില്ല എന്നുണ്ടെങ്കിൽ പറയും. അത് കമ്പനി അനുസരിച്ചുണ്ടാവും.
ചിലപ്പോൾ ഇത്ര ഉണ്ടാവുള്ളൂ. ഒരുപാട് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കില്ല. ഇപ്പോൾ നമ്മൾ ഇന്നലെ ഇരുന്ന ക്ലാസ്സിലൊക്കെ ഇരുന്ന് കഴിഞ്ഞില്ലേ, അത്രയൊക്കെ ചെയ്യാനേ പറയുള്ളൂ. ഒരു 3-4 പ്ലോട്ടിങ് ചെയ്യാൻ പറയും. ദെൻ പ്രീ പ്രോസസ്സിങ് അത്യാവശ്യം ചെയ്യാൻ പറയും. പ്രഡിക്ഷൻ, മറ്റേ അക്യുറസി, ആ ഒരു സംഭവം അത്രയൊക്കെ. ടൈമും നോക്കണമല്ലോ. അപ്പോൾ നമ്മൾ വലിയ ഡാറ്റ സെറ്റ് ഇരുന്നിട്ട് കണ്ടിന്യൂസ്ലി ഇത് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈമാവും. ട്യൂണിങ് ഒന്നും ചെയ്യാൻ ചോദിക്കില്ല, ചിലപ്പോൾ ചോദിച്ചാലേ ഉള്ളൂ. അപ്പോൾ ചെയ്യാൻ ചോദിച്ചാൽ അല്ല, അത് പ്രഡിക്ഷൻ ടൈമിൽ അക്യുറസി എടുക്കില്ലേ. അക്യുറസി എടുക്കുമ്പോൾ ഒരുപാട് അക്യുറസി ഇല്ല എന്നുണ്ടെങ്കിൽ, ഒരു 80% ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മേ ബി ട്യൂണിങ്ങിലോട്ട് പോകും. കാരണം കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ളൂ അതിന് വേണ്ടിയിട്ട്. And the ultimate shortcut, if we try to calculate how every single data point relates to every other data point, the compute cost would paralyze your system. അതായത് നമ്മൾ ഇതിൻ്റെ ഈ അസംഷൻസ് ഇല്ലേ, അത് ചേഞ്ച് ചെയ്തിട്ട് എങ്ങനെയാണ് ഓരോ ഡാറ്റ പോയിൻറ്റും ഓരോന്നിനോട് റിലേറ്റഡ്. ഇപ്പോൾ മണി ഫ്രീ എന്ന് പറഞ്ഞില്ലേ, അത് ആക്ച്വലി ഇത് റിലേറ്റഡ് ആണെന്ന് ഇതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ എന്നിട്ടുണ്ടെങ്കിൽ എത്ര ഫീച്ചർ ഉണ്ടോ അത്രയും ഫീച്ചറിനും ഈ ഒരു പ്രോസസ്സ് ചെയ്യണം. സോ ഈ പ്രോബബിലിറ്റി ഫൈൻഡ് ചെയ്യുന്നത് എല്ലാത്തിനും ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ ഫീച്ചറിനും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടിരിക്കണം. സോ അത് കമ്പ്യൂട്ടേഷണലി കുറച്ചുകൂടി കോസ്റ്റ് വരുന്നതാണ്. അതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. ദ നെയിം അസംഷൻ അലൗസ് അസ് ടു സിംപ്ലി മൾട്ടിപ്ലൈ ദ പ്രോബബിലിറ്റീസ് ഓഫ് ഈച്ച് ഫീച്ചർ ടുഗദർ ഇൻഡിപെൻഡൻ്റ്ലി. സോ ഇതിൻ്റെ അസംഷൻസ് വെച്ചിട്ട് ജസ്റ്റ് ആ ഒരു പ്രോബബിലിറ്റീസ് ഓരോന്ന് തമ്മിൽ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എടുക്കുന്ന പോലെ തന്നെ ആ ഒരു സ്ഥിരം പ്രോസസ്സിൽ അങ്ങനെ ചെയ്താൽ മതി. It takes a mathematical nightmare and turns it into a simple multiplication problem. It is a massive shortcut for real world execution. ഇപ്പോൾ ഇങ്ങനത്തെ കേസസ് ഒക്കെ വരുമ്പോഴാണ് നമ്പർ എന്നുള്ള ആ ഒരു ഇത് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഇപ്പോൾ നോർമലി നമ്മൾ മാത്ത് എന്നുള്ള ലൈബ്രറിയിൽ റൺ ചെയ്യിക്കുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈം കൺസെപ്ഷൻ, ഇപ്പോൾ കുറച്ച് ഡാറ്റ ഉള്ളെങ്കിൽ ഈ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞില്ലേ, കുറച്ച് ഡാറ്റ ഉള്ളെങ്കിൽ കുഴപ്പമില്ല. ഒരുപാട് 1 million or 2 million റോസൊക്കെ വരുമ്പോൾ അത്രയും ഡാറ്റ ഹെവി ആയിട്ട് വരുന്നുണ്ട്. സോ ആ ഒരു ഡാറ്റ അല്ലാണ്ട് ഈ ഫീച്ചേഴ്സ് തമ്മിൽ ഇത് ലോഡ് ചെയ്യിക്കുമ്പോൾ തന്നെ അത്യാവശ്യം ടൈമാവും. അതിൻ്റെ കൂടെ ചിലപ്പോൾ അതിലും കൂടുതൽ ഡാറ്റ ഉണ്ടാവും. അതിൻ്റെ കൂടെ ഈ ഫീച്ചേഴ്സ് ഒരു 10-200 ഫീച്ചേഴ്സ് ഉണ്ടെന്ന് വയ്ക്കും. മേ ബി ഒരു 50 എണ്ണം ആയാലും ഇത്രയും ഫീച്ചേഴ്സ് തമ്മിൽ ഈ ഒരു പ്രോസസ്സ് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ 50 എണ്ണവും തമ്മിലുള്ള കോമ്പിനേഷൻസ്, പ്രോബബിലിറ്റീസ്, കണക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യണം. സോ ഇതിനെ ആ ഒരു അൽഗോരിതം ചെയ്യുന്ന പോലെ തന്നെ വിട്ടിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. റിയൽ വേൾഡ് അങ്ങനെയല്ല. ഇതിലിപ്പോൾ ഇത് അസ്യൂം ചെയ്യുന്നത് ഒരു ഫീച്ചർ, ഏജ് എന്നുള്ള ഒരു ഫീച്ചർ ആളുടെ ഇൻകോ ആയിട്ട് യാതൊരു റിലേഷനും ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ നോർമലി റിയൽ വേൾഡിനൊക്കെ ആക്ച്വലി പേപ്പറിൽ ഇങ്ങനെ എഴുതുമ്പോൾ അത് കുഴപ്പമില്ല. പക്ഷെ റിയൽ വേൾഡിൽ നമ്മളത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരാൾ കുറച്ച് ഏജ്ഡ് ആവുമ്പോഴാണ് അയാൾക്ക് കൂടുതൽ ഇൻകം വന്നുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനത്തെ കേസസ് ഉണ്ടാവും. സോ ഇതിനെ അത് പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് കണക്ഷൻ വരുന്നത് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ആ ചെക്ക് ചെയ്യുന്ന പ്രോസസ്സ്, പ്രോബബിലിറ്റീസ്, ഇപ്പോൾ കോറിലേഷനൊക്കെ ചെക്ക് ചെയ്യില്ലേ, അതേപോലെ ഇതിനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ആക്ച്വലി അത് അതിനായിട്ട് ട്രെയിൻഡ് അല്ല. ഇതാകെ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് റിലേറ്റഡ് ആയിട്ട് വരുന്നതെന്നുള്ളത്, അങ്ങനത്തെ പ്രോസസ്സുകൾ. ആക്ച്വലി അത് ചെയ്യേണ്ട കാര്യമില്ല. റിയൽ വേൾഡിൽ ഇങ്ങനെ ഒരു കേസ് വരുന്നുണ്ടെന്ന് മാത്രം. അത് ഈ ഒരു രീതിയിലാണ്, ഇൻഡിവിജ്വലി ആണ്, ഐസൊലേറ്റഡ് ആയിട്ട് ഓരോന്നിനും ട്രീറ്റ് ചെയ്യുന്നു. ആൻഡ് വൈ ഇറ്റ് വർക്ക്സ് ഡെസ്പൈറ്റ് ബീയിങ് റോങ്. ഇഫ് ദ കോർ അസംഷൻ ഈസ് ടെക്നിക്കലി ഇൻകറക്റ്റ്, വൈ ഡസ് ഇറ്റ് പെർഫോം സോ വെൽ ഇൻ പ്രൊഡക്ഷൻ. ഈ ഒരു അസംഷൻ വരുന്നുണ്ടെങ്കിലും എങ്ങനെയാണ് ഈ ഒരു ഇത് പ്രൊഡക്ഷനിൽ പ്രോപ്പർലി വർക്ക് ചെയ്യുന്നത്? ബിക്കോസ് ഓഫ് ദി ഡിസിഷൻ റൂൾ. ഈ നെയ്വ് ബയാസിൻ്റെ ഡിസിഷൻ റൂൾ ബേസ്ഡ് ആയിട്ടാണ്. വി ഡു നോട്ട് നീഡ് ദ എക്സാക്ട് പെർഫെക്റ്റ് പെർസെൻറ്റേജ് ഓഫ് പ്രോബബിലിറ്റി, വി ജസ്റ്റ് നീഡ് ടു നോ വിച്ച് ക്ലാസ് ഹാസ് ദി ഹയസ്റ്റ് സ്കോർ. അതായത് ഈ ടോട്ടൽ ഇതിൽ എങ്ങനെയാണ് ഇതിൽ ഹയസ്റ്റ് സ്കോർ വരുന്നതെന്ന് മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യേണ്ടുള്ളൂ. എല്ലാത്തിൻ്റെ ഒരു പെർഫെക്റ്റ് പ്രോബബിലിറ്റി നമുക്ക് ആവശ്യമില്ല. ഈവൺ വിത്ത് നെയ്വ് ബ്ലൈൻഡ് സ്പോട്ട്സ്, അതായത് ഈ അസംഷൻസ് ഒഴിവാക്കി നിർത്തിയാലും ദ വിന്നിങ് കാറ്റഗറി ഓൾമോസ്റ്റ് ഓൾവേസ് സ്റ്റേസ് ദ വിന്നിങ് കാറ്റഗറി. അതായത് കൂടുതൽ കോൺട്രിബ്യൂഷൻസ് വരുന്ന ഫീച്ചേഴ്സ് ഉണ്ടാവില്ലേ. സോ ഇത് ഇൻഡിവിജ്വലി ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതും ടാർഗറ്റും തമ്മിലുള്ള പ്രോബബിലിറ്റി ആണല്ലോ ഇത് നോക്കുന്നത്. എ ഒക്കർ ചെയ്യുമ്പോൾ ബി ഉണ്ടാവും, അതെന്ത് ചേഞ്ച് വരുന്നു മാത്രമാണ് നോക്കുന്നത്. ഇപ്പോൾ സ്പാം ആവാൻ സർട്ടൻ തിങ്സ് ഉണ്ടാവുമല്ലോ, ആ ഒരു വേർഡ്സിൻ്റെ യൂസേജ്,
ടൈമിങ്, മെറ്റാഡാറ്റയിൽ അങ്ങനത്തെ സാധനങ്ങൾ ഓരോ ഫീച്ചേഴ്സായിട്ട് എടുക്കുക എന്നുണ്ടെങ്കിലും അത് ഇൻഡിവിജ്വലി അത് ട്രീറ്റ് ചെയ്യുമ്പോൾ അതിന്ന് ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി ഇതെടുക്കുന്നുണ്ട്. സോ അത് അഗ്രഗേറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു സ്കോർ വരുന്നത്. അപ്പോൾ ആ ഒരു ഓവറോൾ സ്കോറ് മാത്രമാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. ഈ റിലേഷൻസ് തമ്മിലുള്ള ആ ഒരു വെയിറ്റിംഗ് അതിന് നോക്കേണ്ട കാര്യം. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിട്ടും അത് പ്രോപ്പർലി വർക്ക് ചെയ്യുന്നത്. ആൻഡ് യൂസ് നെയ്വ് ബയാസ് വെൻ യൂസ് കേസസ് ആണ് യു ആർ പ്രോസസ്സിങ് മാസീവ് എമൗണ്ട്സ് ഓഫ് ടെക്സ്റ്റ് ഡാറ്റ. ഇപ്പോൾ സ്പാമിൻ്റെ കേസ് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും കാറ്റഗറൈസേഷൻ ഇത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ബെർണോളി യൂസ് ചെയ്തിട്ട് എസ് ആ ഒരു ടൈപ്പിൽ ആൻഡ് ന്യൂമറിക്കൽ കണ്ടിന്യൂസ് ന്യൂമറിക്കൽ ഗോസിൻ നെയ്വ് ബയാസ് വെച്ചിട്ട് പിന്നെ മൾട്ടിനോമിയലിലും യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു, ഫ്രീക്വൻസി വരുന്നത്. സോ ടെക്സ്റ്റിൽ ആക്ച്വലി ഈ ഒരു പ്രോബബിലിറ്റീസ് കൂടുതലായിട്ട് വരുന്നുണ്ട്. പ്രോബബിലിറ്റീസ് ഇൻ ദ സെൻസ് ഇപ്പോൾ LLMs ആ ഒരു ബേസിലാണ് വർക്ക് ചെയ്യുന്നത്, ടോക്കൺ ബേസ്ഡ് പ്രൊഡിക്ഷൻ എന്ന് പറഞ്ഞിട്ട്. അതിനും ആക്ച്വലി ഈ ഒരു പ്രോബബിലിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. നെയ്വ് ബയാസ് അല്ല, ബട്ട് പ്രോബബിലിറ്റി യൂസ് ചെയ്തിട്ടാണ് ഓരോ ടെക്സ്റ്റ് ഇങ്ങനെ വരുന്നുള്ളത്. മാർക്കറുണ്ടോ? അല്ലേ, വേണ്ട, കുഴപ്പമില്ല. അതായത് ഓരോ ടോക്കൺസ് ഇല്ലേ, അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന് ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചേഞ്ചസ് വരുത്തുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നെക്സ്റ്റ് ടോക്കൺ ഈ പ്രോബബിലിറ്റി ബേസ്ഡ് ആണ് LLMs വരുന്നത്. സിമിലർ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ബട്ട് നെയ്വ് ബയാസ് ആക്ച്വലി പ്രഡിക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് ടോക്കൺ ജനറേഷൻ ത്രൂ. ദെൻ യു നീഡ് എ ബ്ലേസിംഗ് ഫാസ്റ്റ് ബേസ് ലൈൻ മോഡൽ ബിഫോർ ടെസ്റ്റിംഗ് കോംപ്ലക്സ് നെറ്റ്വർക്ക്. അതായത് ന്യൂറൽ നെറ്റ്വർക്കിനൊക്കെ മുന്നേ ഈ ഒരു മോഡൽ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ആ ഒരു വർക്കിംഗ് മനസ്സിലാക്കാൻ പറ്റും. യു ആർ ബിൽഡിംഗ് റിയൽ ടൈം ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് വിത്ത് ലോ കമ്പ്യൂട്ട് ബഡ്ജറ്റ്സ്. റിയൽ ടൈം ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് എന്തുകൊണ്ട് നെയ്വ് ബയാസ് യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റത് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെയാണ്, ഫേക്ക് നോട്ട് ഫേക്ക് ആ ഒരു സംഭവം പ്രൊഡിക്റ്റ് ചെയ്യും. ഇത് കുറച്ചുകൂടി അത് എത്ര അക്യുറേറ്റ് ആയിട്ട് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ജസ്റ്റിഫിക്കേഷൻ കൂടി തരും. സോ ആ ഒരു ലോ കമ്പ്യൂട്ട് ബഡ്ജറ്റിൽ ബെറ്റർ ആയിട്ട് ക്ലാസിഫിക്കേഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യാം. And do not use it when the specific mathematical relationship between the features is the most critical part of your data set. കോറിലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നില്ലേ, ഓരോ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻസി, മ്യൂച്വൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുമ്പോഴാണ് ഈ ഒരു നെയ്വ് ബയാസ് എന്നുള്ളത് യൂസ് ചെയ്യാത്തത്. കാരണം അതിന് യാതൊരു ഐഡിയ ഇല്ല എന്താണ് ഈ ഫീച്ചേഴ്സ് തമ്മിലുള്ള ഇതെന്ന്. ഇപ്പോൾ നമ്മൾ പുതിയൊരു ഫീച്ചർ ക്രിയേറ്റ് ചെയ്യാൻ PCA കമ്പൈൻ ചെയ്തിട്ടാണല്ലോ ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഫീച്ചർ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഇതിന് യാതൊരു ഐഡിയ ഉണ്ടാവില്ല എങ്ങനെയാണ് ഇത് റിലേറ്റഡ് ആയിട്ട് നിൽക്കണമെന്ന്. ജസ്റ്റ് ആ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് ആണെന്നുണ്ടെങ്കിൽ അത് ബെറ്ററായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ ഫീച്ചേഴ്സ് തമ്മിലുള്ള ആ ഒരു റിലേഷനും ഇതൊക്കെ എന്തെങ്കിലും ചേഞ്ചസോ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡിക്ഷൻസോ ആണ് ഔട്ട്കമ്മിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഇത് സ്ട്രഗിൾ ചെയ്യും. ആൻഡ് ബിഗിനേഴ്സ് കോൺസ്റ്റൻ്റ്ലി ഫീഡ് നെയ്വ് ബയാസ് ഹൈലി കോറിലേറ്റഡ് ഡാറ്റ. കോറിലേഷൻ്റെ ഇത് വരുന്നപ്പോഴാണ്. ദെൻ ഇമാജിൻ ഇൻക്ലൂഡിങ് ബോത്ത് ഇയർലി സാലറി ആൻഡ് മന്ത്ലി സാലറി ആസ് സെപ്പറേറ്റ് ഫീച്ചേഴ്സ്. സോ ഇത് നോക്കുമ്പോൾ രണ്ടും വേറെ വേറെ ആയിട്ട് തന്നെയാണ് കാണുക. പക്ഷേ ആക്ച്വലി ഇയർലി സാലറി എന്ന് പറയുന്നത് അത് കോമ്പൗണ്ട് ചെയ്തിട്ടാണ് മന്ത്ലി സാലറി വരുന്നത്. ബിക്കോസ് ദ മോഡൽ അസ്യൂംസ് ഇൻഡിപെൻഡൻസ്, ഇറ്റ് വിൽ ട്രീറ്റ് ദം ആസ് ടു കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് റൂൾസ്. It will double count the exact same information and destroy your prediction logic. Always clean your features first. സോ നമ്മൾ ക്ലീൻഡ് ആയിട്ടുള്ള ഡാറ്റയിൽ മാത്രമാണ് ഈ ഒരു പ്രോസസ്സ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആക്ച്വലി അസ്യൂം ചെയ്യുന്നത് രണ്ടും സെപ്പറേറ്റ് ആണ്, രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ആ ഒരു രീതിയിലാണ് അസ്യൂം ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ ഇതാകെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ മന്ത്ലി സാലറി, ഇയർലി സാലറി എന്ന് പറയുന്നത് മന്ത്ലി ഇൻറ്റു 12 ആ ഒരു രീതിയിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക. ജസ്റ്റ് ആ ഇൻറ്റു 12 എന്നുള്ള ഇത് മാത്രമേ അത് നോക്കുകയുള്ളൂ. അല്ലാണ്ട് മന്തും ഇയറും തമ്മിൽ അങ്ങനെ കണക്ഷൻ ഉണ്ടെന്നൊന്നും അത് നോക്കില്ല. ജസ്റ്റ് അത് എത്ര മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കുന്നു അത് മാത്രമാണ് അതിൻ്റെ ഫോക്കസ്. Then real world application, this algorithm is the undisputed king of baseline natural language processing. It powers millions of spam filters, sentiment analysis tools and automated document categorizers across the globe.
സോ ഇത് ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഒന്ന് സ്പാം ഫിൽറ്റേഴ്സ്, അതിന് കുറച്ചുകൂടി ജസ്റ്റിഫിക്കേഷൻ വേണ്ട കേസാണ്. ഇപ്പോൾ ജസ്റ്റ് നോർമൽ ക്ലാസിഫിക്കേഷൻ അല്ലാണ്ട് എന്തുമാത്രം ഇത് ആ ഒരു പ്രഡിക്ഷനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു കേസും കൂടി ഇതിൽ വരുന്നുണ്ട്. 85% അക്യുറസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 85% അത് സ്പാമാണ് അല്ലെങ്കിൽ നോൺ സ്പാം ആണെന്നുള്ള ആ ഒരു കേസ് അവിടെ കൊടുക്കുന്നുണ്ട്. ദെൻ സെൻറ്റിമെൻറ്റ് അനാലിസിസ്, ആ വേർഡ്സിൻ്റെ അനുസരിച്ചിട്ട് സെൻറ്റിമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഇതിലൊക്കെ ആയിരിക്കും ആ ഒരു സെൻറ്റിമെൻറ്റ് അനാലിസിസിൻ്റെ ഇതിൽ വരുന്നത്. ആൻഡ് ഓട്ടോമേറ്റഡ് ഡോക്യുമെൻറ്റ് കാറ്റഗറൈസസ്, ഇതേപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ്റെ ഇത് വരുന്നുണ്ടല്ലോ. ഡോക്യുമെൻറ്റ് കാറ്റഗറൈസേഷൻ എന്ന് പറയുമ്പോൾ ആ പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യും, അതിനനുസരിച്ചിട്ട് എന്തുമാത്രം പ്രോബബിലിറ്റി ഇത് സർട്ടൈൻ കേസിൽ ഉൾപ്പെടുന്നുണ്ട് ഇല്ല എന്നുള്ളത് വെച്ചിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, ഇറ്റ് ഈസ് ദ പെർഫെക്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് ബിഫോർ യു എവർ തിങ്ക് അബൌട്ട് ഡിപ്ലോയിങ് ആൻ എക്സ്പെൻസീവ് ലാർജ് ലാംഗ്വേജ് മോഡൽ ഫോർ എ സിമ്പിൾ സോർട്ടിംഗ് ടാസ്ക്. LLM മോഡൽ ഒരു സോർട്ടിംഗ് ടാസ്കിന് പ്രിഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ഒരു നെയിം ബയാസ് ആയിരിക്കും. അതുകൊണ്ടാണ് സെയിം മെത്തേഡ്സാണ് LLMസിൽ കുറേയൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഈ പ്രോബബിലിറ്റി ബേസ്ഡ് ആണ് മോസ്റ്റ് ഓഫ് ദി നല്ല ടോക്കൺ പ്രൊഡിക്ഷൻ തന്നെ നടക്കുന്നത്. അതിലും നമ്മൾ SBIയിൽ പറഞ്ഞ ഒരു സിഗ്മോയിഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു, ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ ആ ഒരു ഇത് LLMസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഫൈനൽ ഇൻസൈറ്റ്, കൺക്ലൂഷൻ അല്ലേ, കുറച്ചുകൂടി ഉണ്ട് കേട്ടോ, 2 പ്രസൻറ്റേഷനായിരുന്നു. ആൻഡ് നെയ്വ് ബയാസ് പ്രൂവ്സ് ദാറ്റ് സ്പീഡ്, സിംപ്ലിസിറ്റി ആൻഡ് പ്രോബബിലിറ്റി ഓഫൺ ബീറ്റ് റോ കമ്പ്യൂട്ട് പവർ ഇൻ പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റ്സ്. ഫോർ യുവർ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ പ്രോജക്ട് ബിൽഡ് ദാറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് എങ്ങനെയാണ് ഈ ഒരു നെയ്വ് ബയാസ് ആക്ച്വലി കോഡ്സിൽ വർക്ക് ചെയ്യണമെന്നുള്ളത്. And most junior developers treat machine learning algorithms like magic spells. They type .fit and .predict without ever knowing what happens in between. If you want to build real AI systems, you need to open the hood. Here is the exact step-by-step engine powering naive Bayes classifier. A naive Bayes classifier has one single goal: look at a new unseen piece of data, calculate the probability of every single category it could belong to. Once it has those probabilities, it simply picks the highest one. To achieve this, the algorithm splits its workload into 2 distinct phases: training and prediction. So നമ്മൾ ട്രെയിനിങ്ങിലാണ് ആ ഒരു ലേണിംഗ് ഫേസ് നടക്കുന്നത്. ആ പ്രഡിക്ഷനിൽ അത് എങ്ങനെയാണ് അൺസീൻ ഡാറ്റയിൽ പെർഫോം ചെയ്യുന്നത് അതാണ് നോക്കുന്നത്. അതാണ് നമ്മൾ ട്രെയിനിങ് ഡാറ്റയിലും ടെസ്റ്റിംഗ് ഡാറ്റയിലും പ്രോപ്പറായിട്ടുള്ള പ്രഡിക്ഷൻസ് കൊടുക്കുന്നതാണ് നല്ല മോഡൽ എന്ന് പറയുന്നത്. സോ ഇത് എഫക്റ്റീവ്ലി ആ ഒരു ഫേസസ് യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് നെയ്വ് ബയാസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ആക്ച്വലി ചെയ്യുന്നത് ഒരു പുതിയ ഡാറ്റ കൊടുക്കുമ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് അഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു ഫൈനൽ പ്രഡിക്ഷൻ ഇതിനെ പ്രിപ്പയർ ചെയ്യുന്നത്. എത്ര പെർസെൻറ്റേജ് എസ് എന്നുള്ള കാറ്റഗറി വരാം, അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് നോ എന്നുള്ള കാറ്റഗറി വരാം, ആ ഒരു രീതിയിലായിരിക്കും ഇത് അപ്രോച്ച് ചെയ്യുന്നത്. ആൻഡ് ട്രെയിനിങ് എ നെയ്വ് ബയാസ് മോഡൽ ഈസ് ഷോക്കിംഗ്ലി സിമ്പിൾ. ഇറ്റ് ഈസ് നോട്ട് റണ്ണിങ് മാസീവ് ന്യൂറൽ നെറ്റ്വർക്ക് അപ്രോച്ച്, ഇറ്റ് ഈസ് ലിറ്ററലി ജസ്റ്റ് കൗണ്ടിങ്. ന്യൂറൽ നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ് കുറച്ചുകൂടി കോംപ്ലക്സ് ആവും. അതിന് ഓരോ സ്റ്റെപ്പിലും ഈ ഒരു കോംപ്ലക്സിറ്റി കൂടിയ ലെയേഴ്സ് അപ്ലൈ ചെയ്യണം. പക്ഷേ ഈ ഒരു നെയ്വ് ബയാസ് എന്നുള്ളതിൽ അത്ര കോംപ്ലക്സിറ്റി ഇല്ല. ഫസ്റ്റ് ഇറ്റ് കാൽക്കുലേറ്റ്സ് ദ പ്രിയർ പ്രോബബിലിറ്റി. ഇറ്റ് ലുക്സ് അറ്റ് യുവർ ഹിസ്റ്റോറിക്കൽ ഡാറ്റ സെറ്റ് ആൻഡ് ആസ്ക്, ബിഫോർ ഐ ലുക്ക് അറ്റ് എനി സ്പെസിഫിക് ഫീച്ചേഴ്സ്, വാട്ട് ഈസ് ദ ബേസ് ലൈൻ ചാൻസ് ഓഫ് ഈച്ച് കാറ്റഗറി എക്സിസ്റ്റ്. സോ ഇതൊരു പ്രോബ്ലം അപ്രോച്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നമുക്ക് ഡാറ്റ സെറ്റ് ഉണ്ട്, പക്ഷേ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഇതൊരു അസംഷൻ നടത്തും. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡിസീസ് പ്രെഡിക്റ്റ് ചെയ്യാമെന്ന് വയ്ക്കാം, എന്തെങ്കിലും സംതിങ് വല്ല ഡയബറ്റീസോ അങ്ങനത്തെ എന്തെങ്കിലുമോ, അല്ലെങ്കിൽ കൊറോണ, എന്ത് വേണമെങ്കിലും ആവാം. സോ യാതൊരു കണ്ടീഷൻസും ഇല്ലാത്തപ്പോൾ ഇപ്പോഴത്തെ ഒരു ഇതിൽ ഇതെങ്ങനെയാണ്, എത്ര പ്രോബബിലിറ്റി ഉണ്ട് ഈ ഒരു ഡിസീസ് ആൾക്കാർക്ക് ഉണ്ടാവാൻ, ഒരു ജനറൽ അസംഷനാണ് അത് ഫസ്റ്റ് നടത്തുക. ഇൻഡിവിജ്വലി അല്ല, ഒരു ജനറൽ അസംഷൻ. ഇപ്പോൾ ഇതിലുള്ള ഡാറ്റ ഒരു
50 വയസ്സിൻ്റെ മേലുള്ള ഡാറ്റയാണെന്ന് വയ്ക്കുക. അപ്പോൾ അത് പ്രഡിക്ഷനോ ഈ ട്രെയിനിങ്ങോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ അത് അസ്യൂം ചെയ്യുന്നത് ജസ്റ്റ് ഈ ഒരു ഏജ് കാറ്റഗറിയിൽ ഈ ഒരു ഡിസീസ് വരാൻ എന്തുമാത്രം പ്രോബബിലിറ്റി ഉണ്ട്, പ്രഡിക്ഷനോ ഡാറ്റയോ ഒന്നും നോക്കുന്നതിൻ്റെ മുന്നേ അങ്ങനെ ഒരു അസംഷൻ നടത്തും. മേ ബി ഒരു 30%, 40% ഈ ഒരു ഏജ് ഗ്യാപ്പിൽ ഡയബറ്റീസ് വരാൻ ചാൻസ് ഉണ്ടെന്ന് വയ്ക്കാം. അങ്ങനെയുള്ള ഒരു അസംഷനാവും ഫസ്റ്റ് നടത്തുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് മാത്രമാണ് ഇത് ആ ഒരു ഡാറ്റ നോക്കിയിട്ട് പ്രഡിക്ഷൻ പ്രോബബിലിറ്റീസ് നോക്കുക. അതായത് ഒരു ഇവൻ്റ് ഒക്കർ ചെയ്യാനുള്ള 2 ചാൻസ് ഉണ്ട്. ഒന്ന് ആ ഒരു കറണ്ട് സിറ്റുവേഷനിലും, പിന്നെ ഒന്ന് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വരുമ്പോൾ. സോ ഇത് ആ ഒരു കറണ്ട് സിറ്റുവേഷനിൽ എന്തുമാത്രം ഒരു ജനറൽ അസംഷൻ നടത്തുന്നുണ്ടോ എന്ന് നോക്കും. അത് കഴിഞ്ഞിട്ടാണ് ഓരോ ഫീച്ചേഴ്സ് വരുമ്പോൾ അതിന് എന്ത് ചേഞ്ച് ഉണ്ടാവുന്നു, ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്നുള്ള രീതിയിൽ അതിനെ ചെക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ആ ഒരു ഇവൻറ്റ് നോർമലി ഒക്കർ ചെയ്യാനുള്ള ചാൻസ് നോക്കും. ആ ഒരു കണ്ടീഷനിൽ നോർമലി ഒക്കർ ചെയ്യാനുള്ള ചാൻസ്. ദെൻ അത് കഴിഞ്ഞിട്ടാണ് ഈ പ്രോബബിലിറ്റീസ് ചെക്ക് ചെയ്തിട്ട് ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വരുമ്പോൾ സൗണ്ട് നോർമൽ കണ്ടീഷനിൽ അത് എങ്ങനെ ഒക്കർ ചെയ്യുന്നു നോക്കും. ദെൻ അത് കഴിഞ്ഞിട്ട് ഇത് ടോട്ടലി പ്രോബബിലിറ്റീസ് ചെക്ക് ചെയ്യുമല്ലോ. ആ പ്രോബബിലിറ്റീസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒക്കർ ചെയ്യാനുള്ള ചാൻസിന് എന്ത് ചേഞ്ച് വരുന്നുണ്ടെന്ന് നോക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഫസ്റ്റ് സ്പാമിൻ്റെ കേസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത് നോക്കുന്നത് നോർമൽ കണ്ടീഷൻസിൽ സ്പാം വരാൻ എത്ര ചാൻസ് ഉണ്ട്. ഒരു 50 ആണ് ചാൻസ് വരുന്നത് നോക്കുക. സ്പാം ആവാനും ചാൻസ് ഉണ്ട്, സ്പാം ആവാനും ചാൻസ് ഇല്ല. അങ്ങനെയാണല്ലോ വരിക ഒരു നോർമൽ ടെക്സ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ 50% ചാൻസിനെ എത്ര ഹൈയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഈ പ്രോബബിലിറ്റീസ് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ എത്ര ലോയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെയാണ് 2 കാറ്റഗറി കിട്ടുമല്ലോ. ഒന്ന് സ്പാമിൻ്റെ എത്ര പ്രോബബിലിറ്റി ഉണ്ട്, രണ്ടാമത് സ്പാം ആവായിരിക്കും എത്ര പ്രോബബിലിറ്റി ഉണ്ട്. സോ ഈ 50% എന്നാണ് അത് കാൽക്കുലേറ്റ് മുന്നോട്ടോ ബാക്കിലോട്ടോ ചെയ്യുന്നത്. ഒന്ന് ഹൈ ആവാനുള്ള ചാൻസ്, ഒന്ന് ലോ ആവാനുള്ള ചാൻസ്. എന്നിട്ട് ഈ 2 കാറ്റഗറീസും ചെക്ക് ചെയ്യും. ആക്ച്വലി ഇമേജ് ഒരു CNN ടൈപ്പ് ഉണ്ട്, അതിലും ഈ ഒരു ടൈപ്പ് തന്നെയാണ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഒരു പിക്ചർ അതിന് കാണിച്ചു കൊടുത്തു. ആ പിക്ചർ കാണിച്ചു കൊടുക്കുമ്പോൾ പേരെന്തായിരുന്നു, ഇമേജ് നെറ്റെന്നോ ആൽഫാനെറ്റെന്നോ അങ്ങനെ എന്താണ് പേര്. ഇതിലും ഈ ഒരു സംഭവം തന്നെയാണ് ചെയ്യുന്നത്. ജോഫ്രി ഹിൻറ്റൺ അറിയും? ജോഫ്രി ഹിൻറ്റൺ എയുടെ ഗോഡ് ഫാദർ എന്ന് പറയുക ആളാണ് ഈ ഒരു CNN ആ ഒരു സാധനമൊക്കെ ഇൻവെൻറ്റ് ചെയ്തത്. സോ അതിലും സെയിം തന്നെയാണ്. ന്യൂറൽ നെറ്റ്വർക്ക്സ് അതിൻ്റെ ടൈപ്സ്. ഇയാൾ ജോഫ്രി ഹിൻറ്റൺ British Canadian computer scientist, cognitive psychologist and Nobel Prize known for works on artificial neural networks. ഇയാൾ പിന്നെ യാൻ ലെക്കൂൺ മെറ്റയിലൊക്കെ വർക്ക് ചെയ്തായിരുന്നു. ഇവരൊക്കെയാണ് നോർമലി ഇത്രയും കോൺട്രിബ്യൂഷൻസ് ഇവിടെ കൊടുത്തായിരുന്നു എയിൽ. ഇപ്പോൾ വർക്ക് ചെയ്യണില്ല, ഇവിടെ പഠിപ്പിക്കാൻ തോന്നും കുറേ. മറ്റേ ആളിപ്പോൾ എന്തോ ഒരു VL ജപ്പാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേൾഡ് മോഡലിൽ വർക്ക് ചെയ്യുന്നുണ്ട് യാൻ ലെക്കൂൺ. ഇയാൾ കണ്ടിട്ടില്ല ലിങ്ക്ഡിനിലൊന്നും? എവിടെ? ജോഫ്രി ഹിൻറ്റൺ യൂട്യൂബിലുണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു. മറ്റേ ബബിൾ എന്നുള്ള ഇത് വന്നപ്പോൾ ഇടയ്ക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. പിന്നെ ഉണ്ട് ഒരു 2-3 ആൾക്കാരും കൂടെ ഉണ്ട്. സോ ഇവരാണ് ആക്ച്വലി ഈ സാധനങ്ങൾ ഫസ്റ്റ് ബിൽഡ് ചെയ്ത് തുടങ്ങിയത്. ഒരു യൂസബിൾ ഫോർമാറ്റിലോട്ട് നേരത്തെ ഉണ്ടായിരുന്നു കുറച്ച് ഇതൊക്കെ, പക്ഷെ ഒരു യൂസബിൾ ഫോർമാറ്റിൽ ന്യൂറൽ നെറ്റ്വർക്ക്സും ഇതൊക്കെ ബെറ്ററായിട്ട് കൊണ്ടുവന്ന് ഈ ഒരു ആൾക്കാരാണ്. ഇവർ ഒരുമിച്ചായിരുന്നു.
ആ ഒരു ഇമേജിൻ്റെ ഇതിലും ചെയ്യുന്നത് ഈ പ്രോബബിലിറ്റി ആദ്യം ചെക്ക് ചെയ്യും. ഒരു സർട്ടൻ പ്രോബബിലിറ്റി സെറ്റ് ചെയ്തിട്ട് ഒരു ബേർഡിൻ്റെ ഇതാണെന്നുണ്ടെങ്കിൽ ഫീച്ചേഴ്സ് ചെക്ക് ചെയ്യുമല്ലോ. കോംപ്ലക്സ് ആയിട്ടുള്ള ഓരോ ലെയറിൽ ഫീച്ചേഴ്സ് ചെക്ക് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ലെയറിൽ ആ ഒരു ഫീച്ചേഴ്സ് ചെക്ക് ചെയ്യുമ്പോൾ എത്ര ചേഞ്ച് വരുന്നുണ്ടോ അത് ഈ 50% ആണെന്നുണ്ടെങ്കിൽ ഒരു 65% ബേർഡ് ആണെന്നുണ്ടെങ്കിൽ 65% ആവും. നെക്സ്റ്റ് ലെയറിൽ ചെക്ക് ചെയ്യുമ്പോൾ മേ ബി ഒരു 75 ആവും. അങ്ങനെയാണ് അതിൻ്റെ അക്യുറസി വരുന്നത്. ആൻഡ് അതല്ല എന്നുണ്ടെങ്കിൽ 50% ഡൗൺ ചെയ്തും വരും. ആ ഒരു രീതിയിലാണ് ഇമേജ് റെക്കഗ്നിഷൻ്റെ ആ ഒരു ഇത് നടക്കുന്നത്. സെയിം പ്രോസസ് തന്നെയാണ്. First, it calculates the prior probability. It looks at your historical data set and asks, before I look at any specific features, what is the baseline chance of each category existing? So, ആ ഒരു കാറ്റഗറീസ് ചെക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ ആ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു അസംഷനാണ് അവിടെ പറയുന്നത്. ഇഫ് 80% ഓഫ് യുവർ ഹിസ്റ്റോറിക്കൽ ഇമേജ് ആർ നോർമൽ ആൻഡ് 20% ആർ സ്പാം, യുവർ പ്രിയോസ് ആർ 0.8 ആൻഡ് 0.2. അതായത് നോർമലി ചെക്ക് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു ഹിസ്റ്റോറിക്കൽ ഇമെയിൽസ് ഒരു 80% നോർമലാണെന്ന് വിചാരിക്കുക. ഒരു 20% സ്പാം ആവാനുള്ള ചാൻസ് ഉള്ളതുണ്ട്. സോ അതിൻ്റെ ആ ഒരു പ്രിയർ അസംഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ആ പുതിയതായിട്ട് വരുന്ന ഇമെയിലില്ലേ അത് സ്പാം ആവാനുള്ള അതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് കുറവാണെന്നാണ്. കാരണം 80% നോർമലാണ് ആൻഡ് 20% സ്പാം വരാൻ ചാൻസ് ഉള്ളൂ. ഇനീഷ്യലി നമുക്ക് കൂടുതലും സ്പാമാണ് വരുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് ഈ ഒരു വാല്യൂ ചേഞ്ച് ആവും. പ്രിയോർസ് എന്ന് പറയുന്നത് 0.8 ആൻഡ് 0.2 എന്നുള്ളത് ചെക്ക് ചെയ്യും. നമ്മൾ 1.0 എന്ന് പറഞ്ഞിട്ട് ഹയസ്റ്റ് വാല്യൂ ചെക്ക് ചെയ്യില്ല, സെറ്റ് ചെയ്യുന്ന പോലെ. അപ്പോൾ അതേപോലെയാണ് ഈ ഒരു വാല്യൂസ് സെറ്റ് ചെയ്തിട്ട് അവിടെ നിന്നാണ് പിന്നെ ഈ ഒരു ചേഞ്ചസ് വരുത്തുക. And profiling the clues, likelihood. Second, the algorithm calculates the likelihood for every single feature in your data set. It isolates a category like spam and counts how often a specific feature like a word free appears inside that category. അപ്പോൾ സ്പാം ആവാനുള്ളൊരു ചാൻസാണ് കൂടുതൽ ഈ ഓഫർ ലൈക്ക് വേർഡ്സ് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത്. സോ ആ ഫ്രീ എന്നുള്ള ആ ഒരു ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം യൂസേജ് അതിന് വരുന്നുണ്ട് ആൻഡ് അതിൻ്റെ കൂടെ ബാക്കിയുള്ള കാറ്റഗറീസും കൂടിയാണ് പിന്നെയാണ് ചെക്ക് ചെയ്യുക. സോ ഇനീഷ്യലി ഈ ഒരു ജനറൽ അസംഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഫീച്ചേഴ്സിലോട്ട് ഇത് പോകാൻ തുടങ്ങും. ഈ ഫീച്ചറിൽ ഇന്ന കാറ്റഗറി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്ര ഇൻക്രീസ് ചെയ്യണം എന്നുള്ള ടൈപ്പിലായിരിക്കും അത് നോക്കുക. ആൻഡ് it builds a massive lookup table of these historical probabilities. This table officially becomes the brain of your classifier. സോ നമുക്ക് ഓൾറെഡി കുറച്ച് കണ്ടീഷൻസ് ഉണ്ടാവില്ല, സ്പാം ആവണമെങ്കിൽ ഇന്ന കാറ്റഗറീസിലൊക്കെ ഇത് ഇൻക്ലൂഡഡ് ആവണം എന്നുള്ളത്. സോ ആ ഒരു കാറ്റഗറീസിൻ്റെ ഒരു ലുക്കപ്പ് ടേബിൾ പോലെ ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നിന്നാണ് ഇതിൻ്റെ ആ ഒരു പ്രോബബിലിറ്റി അസംഷൻ നടക്കുന്നത്, ഒറിജിനൽ അസംഷൻസ് നടക്കുന്നത്. And the categorical superpower, Naive Bayes handles categorical data effortlessly. If you are analyzing weather, sunny, rainy or cloudy, to predict if a football match will happen, the algorithm does not need complex math transformations. It just counts the historical occurrences of each weather type for both match played and match cancelled. It is pure raw historical odds. ഇപ്പോൾ ഇതിൽ നമുക്കൊരു മഴ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വെയിലുള്ള കാലാവസ്ഥയിൽ അല്ലെങ്കിൽ ക്ലൗഡി വെതറിൽ ആ ഒരു മാച്ച് നടക്കുമോ ഇല്ലേ എന്നുള്ള കുറച്ച് ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഉണ്ടാവും. ആ ഡാറ്റ വെച്ചിട്ട് ഇത് ജസ്റ്റ് കൗണ്ട് ചെയ്യുന്നത് ഇന്ന സർട്ടൈൻ കേസസിൽ മാച്ച് നടന്നിട്ടുണ്ടോ ഇല്ലയെന്ന് മാത്രമാണ് ഇത് ഫോക്കസ് ചെയ്യുക. ഒരുപാട് കോംപ്ലക്സ് ആയിട്ട് അതിനെ ചെക്ക് ചെയ്യില്ല. അത് ഈ ഫീച്ചേഴ്സിനെ ഇൻഡിവിജ്വലി ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനൊരു ഇഷ്യൂസ് ഇല്ല, കോംപ്ലക്സിറ്റിയുടെ ഇഷ്യൂസ് അധികം വരുന്നില്ല. സർട്ടൈൻ കണ്ടീഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഇത്ര പ്രോബബിലിറ്റി വരും. ഇപ്പോൾ വെയിലാണെന്നുണ്ടെങ്കിൽ 95% നടക്കാൻ ചാൻസ് ഉണ്ട്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു പ്രോബബിലിറ്റി മാറുള്ളൂ. 95% ഒന്ന് ക്ലാസ് ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ വേറെ ഫാക്ടേഴ്സ് ഒന്നുമില്ല, നമുക്ക് റൂം ഒഴിവുണ്ട് ആൻഡ് ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ക്ലാസ് എന്തായാലും നടക്കും.
ഇനി അവിടെ എന്തെങ്കിലും പ്രോഗ്രാമാണ്, ഇവിടെ എന്തെങ്കിലും ഒഴിവില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ക്ലാസ് നടക്കാത്തുള്ളൂ, ആ ഒരു കേസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു മാത്സിൻ്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിലാണ്, നല്ല കണ്ടീഷനാണ്, വെതർ നല്ല കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ 95% മാച്ച് നടക്കാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ഫോക്കസ് മാത്രമേ ഈ ഒരു മോഡലിന് ഉണ്ടാവുള്ളൂ. ആൻഡ് മഴയാണെന്നുണ്ടെങ്കിൽ ഒരു 90% നടക്കാൻ എന്തായാലും ചാൻസ് ഇല്ല. അവിടെ സ്റ്റോപ്പായിട്ട് അത് ആക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു മാച്ച് നടക്കാൻ ചാൻസ് ഉള്ളൂ. ആൻഡ് ക്ലൗഡി ആണെന്നുണ്ടെങ്കിൽ മേ ബി ഒരു 60-40 ആ ഒരു ചാൻസ് ഉണ്ടാവും, മഴ പെയ്യാണ്ടിരിക്കാം. സോ ആ ഒരു ഡയറക്റ്റായിട്ടുള്ള ആ ഒരു പ്രോബബിലിറ്റി മാച്ചിങ് മാത്രമേ അത് നോക്കുകയുള്ളൂ. ഓക്കെ. And the prediction engine, when new data arrives in production, the training wheels comes out, and here is the exact sequence. The model takes the new data points. ഒരു പുതിയ ഡാറ്റ പോയിന്റ് വരുമ്പോൾ കേസാണ്. ഇറ്റ് റിട്രീവ്സ് ദ പ്രിയർ പ്രോബബിലിറ്റി ഓഫ് ക്ലാസ് എ. നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു പുതിയ ഇമെയിൽ വരികയാണെന്ന് വയ്ക്കുക, സ്പാം ആണോ നോട്ട് സ്പാം ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു പ്രിയർ പ്രോബബിലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ 80-20 ഒരു കേസ് പറഞ്ഞില്ലേ, 0.8ഉം 0.2, ആ ഒരു ജനറൽ അസംഷൻ അത് ആദ്യം നടത്തുകയാണ്. ദെൻ ഇറ്റ് ലുക്സ് അപ്പ് ദി ലൈക്ലിഹുഡ് ഓഫ് ഈച്ച് ന്യൂ ഫീച്ചർ ഹാപ്പനിങ് ഇൻ ക്ലാസ് എ. ആ ഒരു ക്ലാസ് എയിൽ നടക്കാനുള്ള ഒരു പ്രോബബിലിറ്റിയുടെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇറ്റ് കമ്പൈൻസ് ദം ഓൾ ടുഗദർ യൂസിങ് നെവ് ബയസ് തിയറം. ഓരോ ഇവൻറ്റും ഒക്കെ അറിയുമ്പോൾ എന്ത് ചേഞ്ചസ് വരുന്നു എന്നുള്ള ഒരു പ്രോബബിലിറ്റി മാച്ചിങ് അവിടെ നടക്കുന്നു. ഇറ്റ് റിപ്പീറ്റ്സ് ദിസ് എക്സാക്ട് സെയിം പ്രോസസ് ഫോർ ക്ലാസ് ബി, ക്ലാസ് സി ആൻഡ് സോ ഓൺ. ഓരോ ഫീച്ചറിനും ഈ ഒരു പ്രോസസ്സ് നടത്തുന്നു. അതിന്ന് എന്ത് കോൺട്രിബ്യൂഷൻ ആ ഒരു പ്രോബബിലിറ്റിയിൽ ഉണ്ടാവുന്നത് ചെക്ക് ചെയ്യും. ഔട്ട്കമ്മിൻ്റെ പ്രോബബിലിറ്റിയിൽ എന്ത് കോൺട്രിബ്യൂഷൻ ഉണ്ടാവുന്നത് ചെക്ക് ചെയ്യുന്നു. ആൻഡ് ഇതാണ് ഫൈനലി ആ ഒരു അസംഷനല്ല ആ പ്രഡിക്ഷനായിട്ട് തരുന്നത്. And the posterior reality, many beginners think the algorithm outputs a perfect 100% certainty score. It does not. It outputs the posterior probability. അതായത് ഈ ഇവൻ്റ് ഒക്കർ ചെയ്യാനുള്ള പോസ്റ്റീരിയർ പ്രോബബിലിറ്റിയാണ് അത് ആക്ച്വലി പ്രഡിക്റ്റ് ചെയ്യുന്നത്. ഇത് കറക്റ്റായിട്ട് ആ ഒരു സർട്ടൈനിറ്റി സ്കോറല്ല ചെയ്യുന്നത്, ആ ഒരു ഇവൻ്റ് നടക്കാനുള്ള. ഇപ്പോൾ മറ്റേതിൽ സിമിലാരിറ്റി ചെക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്യുന്നത് ഇത് സിമിലർ ആവാൻ ഇത്ര % ചാൻസ് ഉണ്ട്, അത് മാത്രമാണ് അത് പ്രഡിക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ക്യാറ്റിൻ്റെ ഇമേജ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്യാറ്റിൻ്റെ ഇമേജ് ആ ഡാറ്റാ സെറ്റിലുള്ള ഫീച്ചേഴ്സുമായിട്ട് സിമിലർ ആയിട്ട് വരാൻ 85% ചാൻസ് ഉണ്ട്, 15% ചാൻസ് ഇല്ല. ആ ഒരു ഇത് മാത്രമാണ് അവിടെ പ്രഡിക്റ്റ് ചെയ്യുന്നത്. ആക്ച്വലി ഇത് ക്യാറ്റാണ് എന്നുള്ള ഇത് അവിടെ പ്രഡിക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ആവാനുള്ള പ്രോബബിലിറ്റി എത്രയുണ്ടോ അതാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. ദിസ് ഈസ് ആൻ അപ്ഡേറ്റഡ് ബിലീഫ്. ദ അൽഗോരിതം സേസ് ബേസ്ഡ് ഓൺ മൈ ബേസ് ലൈൻ നോളജ് പ്രിയർ ആൻഡ് ദി ക്ലൂസ്. പ്രിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനീഷ്യലി സെറ്റ് ചെയ്യുന്ന ആ ഒരു ജനറൽ അസംഷൻ. ആൻഡ് ദ ക്ലൂസ് ഐ ജസ്റ്റ് സോ. ലൈക്ലിഹുഡ് എന്ന് പറയുമ്പോൾ ആ ഫീച്ചേഴ്സ് തമ്മിലുള്ള ആ ഒരു കണക്ഷൻസ്, പ്രോബബിലിറ്റീസ് ചെക്ക് ചെയ്യുന്നത്. ഹിയർ ഈസ് മൈ ഫൈനൽ കാൽക്കുലേറ്റഡ് സ്കോർ ഫോർ ദിസ് കാറ്റഗറി. ഇറ്റ് ഈസ് എ ഗെയിം ഓഫ് ഷിഫ്റ്റിംഗ് ഓഡ്സ്, നോട്ട് അബ്സല്യൂട്ട് ഫാക്ട്. സോ അത് അബ്സല്യൂട്ട്ലി ഇന്നതാണെന്ന് പറയുന്നില്ല. ഇതൊക്കെ ചെയ്യാൻ ഇത്ര ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് സർട്ടൻ തിങ് ആവാൻ ഇത്ര ചാൻസ് ഉണ്ട്, ആവാതിരിക്കാൻ ഇത്ര ചാൻസ് ഉണ്ട്, അത് വെച്ചിട്ടാണ് അത് വെയിറ്റ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ബെസ്റ്റ് ഹയർ വാല്യൂ ചൂസ് ചെയ്തിട്ടാണ് നമുക്ക് പ്രഡിക്ഷൻ തരിക. അപ്പോൾ മറ്റേത് ഓൾറെഡി നമുക്കറിയില്ല. ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് സൈസ് എടുക്കുമ്പോൾ 0.2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80% ട്രെയിനിങ് സൈസാണെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ 85% ഇത് ഒക്കർ ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് പറയും, മാച്ച് പ്ലേ ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ 15% ഇല്ല എന്നുള്ളത് നമുക്ക് ഔട്ട് ഓഫ് 100 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ഇതുപോലെ. ആൻഡ് ദ ARGMax value. The classifier now has a list of final posterior scores for every possible category. ഓരോ കാറ്റഗറി അല്ലെങ്കിൽ ഓരോ ഫീച്ചേഴ്സിനും ഒരു സ്കോർ ഉണ്ടാവും ഈ പ്രോബബിലിറ്റിയുടെ ഇത്. ദെൻ ഹൗ ഡസ് ഇറ്റ് ചൂസ്? അത് കഴിഞ്ഞിട്ട് ഇതെങ്ങനെയാണ് ചൂസ് ചെയ്യുന്നതെന്നുള്ളത്. ഇറ്റ് യൂസസ് ദ ARGMax ഫംഗ്ഷൻ. ARGMax ഈസ് സിംപ്ലി മാത്തമാറ്റിക്കൽ ഷോർട്ട് ഹാൻഡ് ഫോർ പിക്ക് ദ ബിഗ്ഗസ്റ്റ് നമ്പർ. പ്രോബബിലിറ്റിയിൽ നിന്ന് ഏറ്റവും ഹയസ്റ്റ് നമ്പർ ചൂസ് ചെയ്യാനുള്ളതാണ് ARGMax എന്നുള്ള ഫംഗ്ഷൻ. ഇറ്റ് ഡസ് നോട്ട് കെയർ ഇഫ് ദ ഹയസ്റ്റ് സ്കോർ ഈസ് 99% ഓർ ജസ്റ്റ് 51%. ദ ഹയസ്റ്റ് പ്രോബബിലിറ്റി വിൻസ് ദ ക്ലാസിഫിക്കേഷൻ ഇൻസ്റ്റൻ്റ്ലി. ഔട്ട് ഓഫ് 100 ആണ് ചെക്ക് ചെയ്യുക. അതിൽ എത്രയാണോ ഹയസ്റ്റ് വാല്യൂ അതാണ് ഡയറക്റ്റ്ലി അവിടെ ചൂസ് ചെയ്യുന്നത് ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് ARGMax എന്നുള്ളത്.
And the scale of simplicity, because the training phase is literally just counting occurrences and building a lookup table, Neobias is violently fast. നമ്മൾ ഓരോ ഫീച്ചേഴ്സിനും ആ ഒരു പ്രോബബിലിറ്റി ഇല്ലേ, അതാണ് ഈ ലുക്കപ്പ് ടേബിളിൽ ചെക്ക് ചെയ്യുന്നത്. ഇത് പ്രോബബിലിറ്റി എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പ്രോബബിലിറ്റി ഉണ്ട്, ചെയ്യാൻ പ്രോബബിലിറ്റി ഇല്ല. ഇപ്പോൾ ഈ ഒരു ഡിസീസ് വരാനുള്ളത് ഏജ് എന്ന് വെച്ചിട്ടാണ് ചെക്ക് ചെയ്ത് നോക്കുക. 50 വയസ്സാകുമ്പോൾ ഇന്ന ഡിസീസ് വരാൻ ഇത്ര പ്രോബബിലിറ്റി ഉണ്ട്, അത് ഒരു ടേബിളിൻ്റെ ഇത്. അതിൻ്റെ കൊളസ്ട്രോൾ ലെവൽ അത് നെക്സ്റ്റ് ഫീച്ചറായിട്ട് വരുന്നത്, അതിന് ഈ ഒരു ടേബിളിൽ ഒരു പ്ലേസിൽ പ്രോബബിലിറ്റി ഉണ്ടാകും. സോ അവസാനം ഇതിൻ്റെ ആ ഒരു ടോട്ടൽ ഇത് നോക്കിയിട്ടാണ് പ്രഡിക്ഷൻസ് വരിക, എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന്. And the training phase is literally just counting occurrences and building a lookup table. Neobias is violently fast. While a complex deep learning model takes days to train on cluster of GPUs, Neobias can process millions of rows in seconds on a standard laptop. In a real world execution, speed and scalability often trump marginal accuracy gains. ഒരു കോംപ്ലിക്കേറ്റഡ് ന്യൂറൽ നെറ്റ്വർക്ക് GPUs യൂസ് ചെയ്ത് റൺ ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു നെയോബിയാസ് ഇതിൻ്റെ ആ ഒരു പോസിബിളായിട്ടുള്ള കണ്ടീഷനിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. The ultimate execution machine. Neobias strips away the complexity of machine learning. It memorizes baseline nodes. It calculates the weights of new evidence. It multiplies them together. It picks the winner. General assumption അതിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്കോറിങ് ഒരു ലുക്കപ്പ് ടേബിളായിട്ട് എടുക്കും. എന്നിട്ട് അതിന് ആ ഒരു വെയിറ്റ് ഓഫ് ന്യൂ എവിഡൻസ് ചെക്ക് ചെയ്യും. ഇറ്റ് മൾട്ടിപ്ലൈസ് ദം ടുഗദർ. അതായത് 50% നിന്നാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ എത്ര പെർസെൻറ്റേജ് അത് ഇപ്പോൾ ഹയർ പോസിബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ എത്ര ലോവർ പ്രോബബിലിറ്റി ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യും ഈ മൾട്ടിപ്ലൈ ചെയ്തിട്ട്. ആൻഡ് അവസാനം ഈ ഒരു ARGMax എന്നുള്ളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്കം അത് ചൂസ് ചെയ്യും. By mastering this workflow, you stop guessing how algorithms work and start designing intelligent systems that actually scale. In conclusion, Neobias is not magic. It is a highly efficient counting and multiplication engine built for speed. And project will be under. Okay. Any doubts? നമ്മൾ ജസ്റ്റ് ആ ഒരു ഇപ്പോൾ നെയ്വാസിൽ 3 ടൈപ്പ് ഉണ്ട് പറഞ്ഞില്ലേ, ആ ഒരു ടൈപ്പ് മാത്രമേ പോളിയുള്ളൂ. ഡാറ്റ സെറ്റുള്ളതാണ്. ഒരു കാറ്റഗറി എന്തെങ്കിലും ഡയബറ്റീസോ എന്തെങ്കിലും പ്രൊഡക്റ്റ് ചെയ്യുന്നതാണ്. ഇവിടെ നിന്ന് ഫസ്റ്റത്തെ ഒരു കാറ്റഗറി 1 എന്നുള്ള ഒരു ഫീച്ചർ 1 എന്നാണ്. F1 ഒന്നുണ്ട്, F2 ഉണ്ട്. ഇത് ഔട്ട്പുട്ട് ഫസ്റ്റത്തെ സ്റ്റേജിൽ എടുക്കുന്നില്ല, ജസ്റ്റ് ഈ ഒരു ഫീച്ചേഴ്സ് മാത്രം കാണിക്കും. അതിൻ്റെ മുന്നേ ഇവിടെ ഒരു പ്രിയർ പ്രോബബിലിറ്റി ഉണ്ടാവും. ഫസ്റ്റ് കേസിൽ
ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു പ്രിയർ പ്രോബിലിറ്റി ഉണ്ടാവും. പി എന്ന് പറയുന്നത് നേരത്തെ കാണിച്ച പോലെ 0.8ഉം 0.2 ആണ് നിൽക്കുക. അതായത് 80% അതിൻ്റെ മെയിൽസ് നോർമലാണ് ആൻഡ് 20% ഇത് സ്പാം ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളൊരു പ്രിയർ പ്രോബിലിറ്റി അവിടെ ഉണ്ടാവും. ആൻഡ് ഇവിടെ ഇപ്പോൾ സ്പാം കേസ് തന്നെയാണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് സ്പാം ആണോ നോൺ സ്പാം ആണോ എന്നുള്ള ഇതാണ് വരിക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ F1 എന്നുള്ള കാറ്റഗറി ഒരു ഫീച്ചർ, അതിൽ ടൈം ചെക്ക് ചെയ്യാൻ വെക്കാം. ടൈം ഗ്രേറ്റർ ദാൻ 12 ആണോ ചെക്ക് ചെയ്യും. അതായത് 12 മണിക്ക് ശേഷമാണോ 12 മണിക്ക് മുന്നേ. അപ്പോൾ ഈ ഒരു 12 മണിക്ക് ശേഷമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് അതിന് വരും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി 12 മണിക്ക് ശേഷം വരുന്ന മെയിൽസ് സ്പാം ആവാൻ ചാൻസ് ഉണ്ട്. രാവിലെ ഒരു 4-5 മണി വരെ സെർവേഴ്സൊക്കെ അത്ര മോണിറ്ററിങ് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു വെയിറ്റിന് പ്രോബ്ലം ഒരു 0.2 അത് ഇവിടെ കൊടുക്കും. നെക്സ്റ്റ് ഒരു കാറ്റഗറി ചെക്ക് ചെയ്യാം. ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൂടുതൽ യൂസ് ചെയ്യേണ്ടി നോക്കും. ഇങ്ങനത്തെ ചിലർ ഈ ഒരു സ്പാമിൽ ഫ്രീ എന്നുള്ളതൊക്കെ കൂടുതൽ ക്യാപിറ്റലാണ് യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു കേസ് പറയുന്നത്, അപ്പോൾ ക്യാപിറ്റൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനൊരു വെയിറ്റ് വരും, 0.15 എന്തെങ്കിലും ഒരു വെയിറ്റ് വരും, അതിൻ്റെ ഒരു പ്രോബിലിറ്റി. നെക്സ്റ്റ് ചെക്ക് ചെയ്യുന്നത് ഈ ഫ്രീ ആ ഒരു ടൈപ്പ് വേർഡ്സ് വരുന്നുണ്ടോ, ഓഫറിങ് വേർഡ്സ് വരുന്നുണ്ടോ. അതുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഒരു വെയിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇല്ല എന്നുണ്ടെങ്കിൽ 0.0 എന്നുള്ള അതിന് വെയിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓഫർ വേർഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ 0.15 ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു 2-3 കാറ്റഗറി ഇതിന് ഒരു വെയിറ്റ് കൊടുക്കും. ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വെയിറ്റ് അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ടാവും, പ്രോബിലിറ്റി ഉണ്ടാവുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ 0 എന്നുള്ള ഇത് ആ ഒരു ടൈപ്പിലാണ് കൊടുക്കുന്നത്. ചിലപ്പോൾ 0 എന്നാവും, അല്ലെങ്കിൽ നെഗറ്റീവോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. വേറെ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ കൊടുത്തിട്ട് സർട്ടൻ ടൈപ്സ് ഓഫ് ലിങ്ക്സ് കൊടുത്തിട്ടുണ്ടോയെന്ന് വെക്കുക. അപ്പോൾ അതിന് ഒരു വെയിറ്റ് ലിങ്ക്സ് ഉണ്ട്. അപ്പോൾ ഒരു 0.20 എന്നുള്ള ഉണ്ട്. ദെൻ സ്പാം വേർഡ്സ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു 0.15. ഇത് ടോട്ടലി ഇവിടെ നിന്ന് എടുത്തിട്ടാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാന്ന് പറഞ്ഞത്. ഈ വെയ്റ്റ്സ് ഇവിടെ നിന്ന് ടോട്ടലി ഔട്ട് ഓഫ് 100 ചെക്ക് ചെയ്യും. ഔട്ട് ഓഫ് 100 എത്ര പെർസെൻറ്റേജ് വരുന്നുണ്ടെന്ന് ഇൻറ്റു ചെയ്തിട്ട് ചെക്ക് ചെയ്യും. എന്നിട്ട് അതിന്ന് 2 സ്കോർ കിട്ടുമല്ലോ. ഇത് 85% ഈ അസംപ്ഷൻ ചെയ്തതെന്ന് ഈ ഒരു ഇതിലേക്ക് ഇമ്പ്രൂവ് ആയി വയ്ക്കുക. 85% സ്പാം ആവാൻ ചാൻസ് ഉണ്ട്. 50% നോട്ട് സ്പാം എന്നുള്ള കാറ്റഗറിയാണ് നിൽക്കുക. അപ്പോൾ ഇതിൽ ARGMAX എന്നുള്ള ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യും. ARGMAX എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഏറ്റവും വലിയ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 85 50 അതിൽ 85 കൊടുന്ന് ചൂസ് ചെയ്യും. ഇത് പ്രഡിക്ഷൻ ചെയ്യുന്നത് ഇതിൻ്റെ ഒക്കർ ചെയ്യാനുള്ള ചാൻസ്, സ്പാം ആവാനുള്ള ഒരു പ്രോബിലിറ്റി. ഇതിൽ എത്രയാണ് ഇത് സ്പാം ആവാനുള്ള പ്രോബിലിറ്റി എന്ന് മാത്രമാണ് പറയുന്നത്. ഇത് ആക്ച്വലി സ്പാം ആണോ നോട്ട് സ്പാം ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നില്ല. അതാണ് ബാക്കിയുള്ള മോഡൽസും ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസം.
ഇത് സ്റ്റേറ്റ് ചെയ്യാണ് ഇത്ര പെർസെൻറ്റേജ് ആവാൻ ചാൻസ് ഉണ്ട്, ഇത്ര പെർസെൻറ്റേജ് ആവാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതിന് ഇത്ര പ്രോബിലിറ്റി ഉണ്ട് എന്നുള്ള ഇത് മാത്രമാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്.
ഇതൊരു ഹാർട്ട് ഡിസീസിൻ്റെ ഡാറ്റയാണ്. ഈ പറഞ്ഞ പോലെ അതിൽ ടാർഗറ്റ്സ് വരുന്നത് കോളംസ് വെക്കുക. അതിൽ 0യും 1ഉം ആണ് വരുന്നത്. 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസീസ് ഇല്ല എന്നുള്ളത്, 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസീസ് ഉണ്ട് എന്നുള്ളത്. തന്നെ അടുത്തത് കുറച്ച് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ജെൻഡർ വരുന്നുണ്ട്, ഏജ് വരുന്നുണ്ട്, പിന്നെ കൊളസ്ട്രോൾ ലെവല്, ബി പി ആ ഒരു ഇത് വരുന്നുണ്ട്, ബ്ലഡ് പ്രഷറിൻ്റെ ഇതാണ്. ദെൻ FPS, അങ്ങനെ കുറച്ച് കാറ്റഗറീസ് വരുന്നുണ്ട്. സോ അതിൽ ഇനീഷ്യലി ഇത്രയാണ് ഫൈൻഡിങ്സ് വരിക. ഇതൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന വാല്യൂസ് ആയിരിക്കും. അപ്പോൾ ഇതിൽ കുറേ ഏജ് ആ ഒരു ടൈപ്പ് വാല്യൂസ് വരുന്നതുകൊണ്ടാണ് അവിടെ ഗോസിയൻ NB എന്ന് പറഞ്ഞിട്ട് നെയ്വ് ബയാസ് ഗോസിയൻ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടിന്യൂസ് ന്യൂമറിക്കൽ വേരിയബിൾസ് വരുന്നില്ലേ, അതുകൊണ്ട് ഗോസിയൻ നെയ്വ് ബയാസ് എന്നുള്ള ഫസ്റ്റത്തെ ടൈപ്പ് ഇമ്പോർട്ട് ചെയ്യുന്നു. അതായത് ഈ ഏജ്, ഇൻകം അങ്ങനെയുള്ള കാറ്റഗറീസ് ഇല്ലേ, അതൊക്കെ വരികയെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ന്യൂമറിക്കൽ വേരിയബിൾസ് ആണത്. അപ്പോൾ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 0, 1, yes, no ആ ഒരു ടൈപ്പായിരിക്കും. അപ്പോൾ ആ ഒരു ടൈപ്പ് വരുമ്പോൾ ബെർണോലിയാണ് യൂസ് ചെയ്യുക. yes, no ആ ഒരു ടൈപ്പൊക്കെ വരുമ്പോൾ ഫുള്ള് ഫീച്ചേഴ്സ് ആ ഒരു ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം. അല്ല ഈ ഏജ് എന്നൊക്കെ ഉള്ള കാറ്റഗറി, ഏജ് എന്നുള്ളത് ഇപ്പോൾ ആ ഒരു ഡിസീസ് വരാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കാറ്റഗറീസ് വരുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ന്യൂമറിക്കൽ വേരിയബിൾസ് ആണ് വരുന്നത്. പിന്നെ ഈ കൊളസ്ട്രോൾ എന്നൊക്കെ പറയുമ്പോഴും അതേപോലെ തന്നെ കണ്ടിന്യൂസ് ന്യൂമറിക്കൽ വേരിയബിൾസ് ആണ് വരുന്നത്. കാറ്റഗറൈസ് ചെയ്യുന്ന പോലത്തെ അല്ല. ആ ഒരു ടൈപ്പ് വരുമ്പോഴാണ് നമ്മൾ ഫസ്റ്റത്തെ ഗോസിയൻ NB എന്ന് പറഞ്ഞിട്ടുള്ള ഗോസിയൻ ബയാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടൈപ്പ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് മൾട്ടിനോമിയലാണ്. ഫ്രീക്വൻസി ബേസ്ഡ് വരുമ്പോൾ അങ്ങനത്തെ ഫീച്ചേഴ്സ് മാത്രമാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൾട്ടിനോമിയൽ യൂസ് ചെയ്യാം. അല്ല എസ് ഓർ നോ ടൈപ്പ് മാത്രമാണെന്നുണ്ടെങ്കിൽ ബെർണോലി യൂസ് ചെയ്യാം. ക്ലിയർ ആണോ? അപ്പോൾ അല്ലാണ്ട് യൂസ് ചെയ്താൽ കിട്ടും, പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള എറേഴ്സ് ഉണ്ടാവും. ആൻഡ് ഇതൊന്ന് ഇനീഷ്യലി റീഡ് ചെയ്യുമ്പോൾ ഈ ഹാർട്ട് ഡിസീസിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഫീച്ചേഴ്സാണ് ഇതിൽ വരുന്നത്. കുറച്ച് മെഷർമെൻറ്റ്സ് ഇപ്പോൾ ഓരോന്ന് ആ ഒരു ഡാറ്റ സെറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ കാഗിളുണ്ടാവും. ഞാൻ ഒന്നുമില്ല ലിങ്ക് തരാം, അല്ലാതെ ഡാറ്റ സെറ്റ് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വരുന്നൊരു ലിങ്ക് ഉണ്ടായിരുന്നില്ലേ, ആ ലിങ്ക് കയ്യിലുണ്ടോ? ആ നോട്ടൊക്കെ ഇട്ടതിൽ ഞാൻ മറ്റേ കോഡ് ഫോൾഡർ ഇട്ടിട്ടുണ്ട്, പിന്നെ പ്രസൻറ്റേഷന് ഒരു ഫോൾഡർ ഇട്ടിട്ടുണ്ട്. അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് നോക്കുക. ദെൻ അതിൽ തന്നെ ഈ ഡാറ്റ സെറ്റിൽ വരുന്ന കുറച്ച് ഈ ടാർഗറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന വാല്യൂസാണ്. അപ്പോൾ ഏജ് എന്നുള്ളത് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാറ്റഗറി എടുക്കും. നമ്മൾ നോർമലി റിയൽ വേൾഡിൻ്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ ഏജ് കൂടുമ്പോൾ ഈ ടൈപ്പ് ഡിസീസസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ വരുന്നത് ജെൻഡർ ബേസ്ഡ് മേ ബി എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. ചിലർക്ക് ആ ഒരു ഏജിൽ ഇന്ന ജെൻഡർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മെയിൽസിന് കൂടുതൽ വരാം, ചിലപ്പോൾ ഫീമെയിൽസിന് കൂടുതൽ മേ ബി എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. ദെൻ CP ഐ ഡോണ്ട് നോ വാട്ട്, മേ ബി ബ്ലഡ് പ്രഷർ ആയിരിക്കും ഇത്, ദെൻ കൊളസ്ട്രോൾ, അങ്ങനത്തെ സംഭവങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇതെന്താ കാറ്റഗറി വോട്ട് പിക്ക്. സോ ഈ ഒരു വേരിയബിളിൻ്റെ ഇൻഫർമേഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് അറിയാൻ പറ്റുമോ. ഡിസ്ക്രിപ്ഷൻ നോക്കുക. നമ്മൾ കാഗിളിൽ നിന്ന് എടുക്കുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ തന്നെ അതിൽ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. ഫീച്ചർ ഇയർ എന്ന് പറഞ്ഞിട്ടുള്ള ഇയർ ഓഫ് ഒബ്സർവേഷൻ, മന്ത് എന്ന് പറഞ്ഞാൽ മന്ത്, പിന്നെ വിൻഡ് U10 എന്ന് പറഞ്ഞാൽ 10 മീറ്റർ U കമ്പോണൻറ്റ് ഓഫ് വിൻഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. സോ ഈ ഡിസ്ക്രിപ്ഷനും അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഈ ഡാറ്റ സെറ്റ് എടുക്കുമ്പോൾ തന്നെ ഉണ്ടാവും. എബൌട്ട് ദിസ് ഫയൽ എന്നൊക്കെ പറഞ്ഞിട്ട് ദെൻ ഇതിലും ഉണ്ടാവും ആ ഒരു കോളംസിൻ്റെ. ഇങ്ങനെയാണ് ആക്ച്വലി ഈ സംഭവങ്ങൾ റീഡ് ചെയ്തെടുക്കുക. അല്ലാണ്ട് നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. ദെൻ ഇത് മൊത്തം കാണിക്കണം എന്നുണ്ടെങ്കിൽ സെലക്ട് ഓൾ എന്ന് കൊടുത്തിട്ട് അപ്ലോഡ് കൊടുക്കുക എടുക്കുന്നതിൻ്റെ മുന്നേ. സോ ഇവിടെ ടോട്ടലി 23 കോളംസ് സെലക്ട് ചെയ്യാം. നോർമലി ഒരു 10 വാല്യൂസാണ് വരിക, 10 ഫീച്ചേഴ്സ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത് പ്രോപ്പർലി അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്തിട്ടാണ്
നമ്മൾ ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയത്. ഇനിയിപ്പോൾ നമുക്ക് പരിചയമില്ലാത്ത ഡാറ്റയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഇമ്പോർട്ടൻ്റ് ആയത് ഏതാണ്, ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഏതാണ്. ഇപ്പോൾ ആ ഒരു ഇതിൽ ഓൾമോസ്റ്റ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയതാണ്. ആ ഒരു ഹാർട്ട് റേറ്റോ ഹാർട്ട് ഡിസീസിൻ്റെ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയതാണ് എടുക്കുന്നത്. നെക്സ്റ്റ് ജസ്റ്റ് സൈസും ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. സോ 1025 റോസ് ഉണ്ട്. മേ ബി ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് അതിനെ റിമൂവ് ചെയ്യാം. ചിലപ്പോൾ ചില സെയിം റോസ് റിപ്പീറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനത്തെ ഡാറ്റയിൽ മെഡിക്കൽ ഡാറ്റ എന്തൊക്കെ ആണല്ലോ, അപ്പോൾ ചിലപ്പോൾ റിപ്പീറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ടൈമിൽ അതും കൂടി ചെക്ക് ചെയ്യുക. നോർമലി നമ്മൾ ചെക്ക് ചെയ്യുന്ന പോലെ df. info ചെയ്യുക. മിസ്സിങ് വാല്യൂസ് ഒന്നുമില്ല. എൻകോഡിങ് ചെയ്യാൻ ഈ ഒരു ടൈപ്പില്ല. പിന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. പിന്നെ ടൈപ്സും മെമ്മറി യൂസേജും ഇതൊക്കെ ചെക്ക് ചെയ്യുക. df. ഇത് കുറച്ച് ടൈം ഇരുന്ന് ചിലപ്പോൾ നോർമലി ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യേണ്ടി വരും. ഏജ് മിനിമം ഏജ് വരുന്നത് ഒരു ആവറേജ് വരുന്നത് 54, മിനിമം 29, മാക്സിമം 77. ആൻഡ് ജനറൽ 0-1 വരുന്ന മാത്രമേ ഉള്ളൂ. കൊളസ്ട്രോൾ, CP, ബ്ലഡ് പ്രഷർ 200 വരെയൊക്കെ വരുന്നുണ്ട്. നോർമൽ റേറ്റ് എത്രയാണ്? 120. 200 വരുന്നുണ്ട് ചില സ്ഥലത്ത്. ദെൻ കൊളസ്ട്രോൾ മാക്സിമം 564 വരുന്നുണ്ട്. കൂടുതലാണ്. ഓക്കെ, ഔട്ട്ലേഴ്സ് ഉണ്ടാവും. ചെക്ക് ചെയ്തിട്ട് റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ വായിച്ചു നോക്കുക നോർമൽ റേറ്റ് എത്രയാണ്. അപ്പോൾ അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോവുക. തന്നെയല്ലേ സ്പെല്ലിങ്. ലെസ് ദാൻ 200 mg/dl. എന്താണോ? ഓക്കെ, ഈ ഒരു രീതിയിലാണ് പ്രീ പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റെപ്സ് കൂടുതൽ വരിക. ഇപ്പോൾ ഓരോ ഫീച്ചർ ഇങ്ങനെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസ്ക്രൈബിൽ നിന്ന് എടുക്കുക, പോയിട്ട് ചെക്ക് ചെയ്യുക. ദെൻ മെഡിക്കൽ ടേംസ് ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ പോയിട്ട് തന്നെയാണോ, മിനിമം മാക്സിമം കറക്റ്റ് ആണോ, ഔട്ട്ലേഴ്സ് കൂടുതൽ വരാൻ ചാൻസ് ഉണ്ടോ, ആ ഒരു രീതിയിൽ ചെക്ക് ചെയ്യുക. df. isna. മിസ്സിങ് വാല്യൂസ് ഒന്നുമില്ല. അതൊരു അങ്ങനെ കീപ്പ് ചെയ്യുക. ദെൻ എന്തോ ഒരു $723 ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ട് അതിൽ. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ്സ്. അപ്പോൾ അത് റിമൂവ് ചെയ്യാനുള്ളത് df. ഡ്രോപ്പ് ഡ്യൂപ്ലിക്കേറ്റ്സ് ഒരു പാസ് ചെയ്യുക. സോ 302 റോസ്, 14 കോളംസ്. അതിൻ്റെ ഇതിൽ തന്നെ ഒരു ഇമ്പ്യൂട്ടിങ് എന്തോ ഉണ്ടായിരുന്നു. ന്യൂമറിക്കൽ കോളംസ് ഫ്രം
ഇതിൽ ആക്ച്വലി സ്കെയിലിംഗ് അപ്ലൈ ചെയ്യണമെന്നില്ല, പക്ഷേ അതൊരു പൈപ്പ് ലൈനിൻ്റെ ഭാഗമായത് നെർവസിൽ അത്ര ഇതായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല തോന്നുന്നു, പ്രോബിലിറ്റി വേസ്റ്റ് ആയതുകൊണ്ട്. കാരണം എല്ലാത്തിനെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ ആ പ്രോസസ്സ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ജസ്റ്റ് സ്റ്റാൻഡേർഡ് സ്കെയിലർ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളൂ. ആ ഒരു ഔട്ട്ലേഴ്സ് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ചെറിയ രീതിയിലുള്ളൂ എന്ന് അസംഷൻ ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് സ്കെയിലർ അപ്ലൈ ചെയ്യണം. ഫ്രം SQLN പ്രീ പ്രോസസ്സിങ്. AC ഓഫാണോ? കേടാണോ അത്? ഇതിൽ 17 കിടക്കുന്നുണ്ട്. ഒന്നും വരുന്നില്ല. ഇമ്പോർട്ട് സ്റ്റാൻഡേർഡ് സ്കെയിലർ എന്നുള്ളത്. ദെൻ ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ടായിരുന്നു, എന്തോ ഒരു ഇൻവെർട്ടർ യൂസ് ചെയ്യാൻ. മിസ്സിങ് വാല്യൂസ് ഇല്ലല്ലോ, അപ്പോൾ അത് യൂസ് ചെയ്യണ്ട. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റഡ്. നെക്സ്റ്റ് EDA ചെയ്യുക. കോൺപ്ലോട്ട് എന്നുള്ളതിൽ = ടാർഗറ്റ്. അതിൽ ഒരുപാട് ഇംബാലൻസ്ഡ് ഡാറ്റ ഒന്നുമില്ല, നോർമലായിട്ട് തന്നെ നിൽക്കുന്നത്. അപ്പോൾ അത് വലിയ കുഴപ്പമില്ല. ആൻഡ് 0 എന്നുള്ളത് നെക്സ്റ്റ് വരുന്നത് ഏജ് കാറ്റഗറിയാണ്. സോ ഏജ് കാറ്റഗറിയും ഈ ഡിസീസസും എങ്ങനെ വരുന്നുണ്ട്, ഏജിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയുണ്ട് നോക്കുക.
എൻ്റെ ഒരു ഏജ് ഡിസ്ട്രിബ്യൂഷൻ നോക്ക്. പയ്യോ മനസ്സിലായില്ല. ആ ആ ഇത് ജസ്റ്റ് അത് ചെക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, ഏജിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. അതിൽ 29 എന്നായിരുന്നില്ലേ മിനിമം ഏജ് നേരത്തെ ചെക്ക് ചെയ്തപ്പോൾ. അപ്പോൾ ആ റേഞ്ചിൽ നിന്ന് മാക്സിമം 70 90 എന്തായിരുന്നു 80 സംതിങ് ആയിരുന്നു. ആ ഒരു റേഞ്ച് വരെ ഉള്ളത് ആണ് ഏജസ് വന്നിരുന്നത്. അതിൻ്റെ അതിൽ കൂടുതൽ വരുന്നത് ഇത് ജസ്റ്റ് ഡാറ്റാ സെറ്റിലുള്ള ഏജ് ഡിസ്ട്രിബ്യൂഷൻ മാത്രമാണ്. അപ്പോൾ അതിൽ കൂടുതൽ വരുന്നത് 60 ആൻഡ് നോർമൽ റേഞ്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ ഒരു 45 തൊട്ടിട്ട് അറൗണ്ട് ഒരു 65 67 ആ ഒരു റേഞ്ച് വരെയാണ് കൂടുതൽ ഏജസ് കൊടുത്തിരിക്കുന്നത് ഡാറ്റയിൽ ഉള്ളത്. സോ അത് വെച്ചിട്ടായിരിക്കും ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഏജ് റേഞ്ചസ് ബിറ്റ്വീൻ 45 to 65 കൊടുക്കുക മാക്സിമം. തന്നെ ഏജ് കഴിഞ്ഞാൽ FPS ഇതിൽ നമ്മൾ പെയർ പ്ലോട്ട് ചെയ്തായിരുന്നില്ലേ. പെയർ പ്ലോട്ട് എന്ന് പറയുമ്പോൾ ഒരു 5-6 ഷെല്ലായിട്ട് അങ്ങനെ എടുത്തിട്ട് ഓരോന്നും തമ്മിൽ കളർ അങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് കുറച്ച് ഫീച്ചേഴ്സ് റാൻഡംലി കൊടുത്തിട്ട് നോക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് തോന്നുന്നത് മാർക്കണം. വേണമെങ്കിൽ ഫുള്ള് കൊടുക്കുക, പക്ഷെ അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാണ് എന്തെങ്കിലുമൊക്കെ. റാൻഡംലി കൊടുക്കണമെന്നുള്ളൂ. ഈ ഒരു രീതിയിൽ ഹ്യൂ പാസ് ചെയ്തിട്ട്, ഹ്യൂ എന്ന് പറയുന്നത് ആ ഒരു ടാർഗറ്റ് വേരിയബിളില്ലേ 0 and 1 എന്നുള്ളത്, അതും ബാക്കിയുള്ള ജസ്റ്റ് റാൻഡംലി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയിട്ടില്ല ഒരു ഇപ്പോൾ ഏജ്, ജെൻഡർ, കൊളസ്ട്രോൾ, പിന്നെ വേറെ 2 വെറുതെ കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ടോട്ടലി ഈ വാല്യൂസ് വരുമ്പോൾ ഇപ്പോൾ ഏജിനനുസരിച്ചിട്ട് ഡിസീസ് വരുന്നതും വരാത്തതും. ഇപ്പോൾ ബ്ലൂ എന്നുള്ളത്
0. പെയർ പ്ലോട്ട് ഇതൊക്കെ കൂടി ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിലിപ്പോൾ കുറേ ഫീച്ചേഴ്സ് ഇല്ലേ, ഏജ്, ജെൻഡർ, കൊളസ്ട്രോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. സോ ഇതിൽ ഓരോന്നിലും ഈ ടാർഗറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ടാർഗറ്റ് 0 എന്ന് പറയുന്നത് ബ്ലൂ വരുന്നത്, അപ്പോൾ അയാൾക്ക് ഡിസീസ് ഇല്ല എന്നുള്ള ഇത്. ആൻഡ് ഓറഞ്ച് വരുന്നത് ഡിസീസ് ഉണ്ട് എന്നുള്ള ആ ഒരു ടൈപ്പ്. അപ്പോൾ ഇതിൽ ഓരോന്നിലും എത്രമാത്രം വരുന്നുണ്ട് എന്നുള്ളത് ഓരോ റേഞ്ചിലും. ഇത് ആക്ച്വലി വരുന്നത് ഏജ് 40-60 എത്ര, ഇപ്പോൾ നമ്മൾ ഹിസ്റ്റോഗ്രാം പ്ലോട്ട് ചെയ്യില്ലേ, അതേപോലെ തന്നെ ഇതിൽ അതിൻ്റെ പ്ലോട്ടിങ് വരുന്നത്. ജെൻഡർ ഇതിൽ ആക്ച്വലി കൊടുക്കേണ്ട ആവശ്യമില്ല, വെറുതെ അങ്ങനെ കൊടുത്തു എന്നുള്ളൂ, കുറച്ച് വേരിയബിൾസ് സെറ്റ് ചെയ്തിട്ട് കൊടുത്തു എന്നുള്ളൂ. ദെൻ ഇതിന്ന് ഇൻസൈറ്റ്സ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കുക. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, കൊളസ്ട്രോള് കൂടുതൽ ഒരു ഔട്ട്ലെയറും സംഭവമൊക്കെ ഉണ്ട്. ഒരു 600 ലെവൽ, 500 ലെവൽ ഒരു ഇതിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ 500 സംതിങ്. ദെൻ ഇവിടെ ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. തലാച്ച് ഓൾഡ് പിക്ക് എന്താ സെർച്ച് ചെയ്ത് നോക്കുക ഡിസ്ക്രിപ്ഷനിൽ, വെറുതെ കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഡാറ്റാസ് നോക്കിയിട്ട് ഓരോന്നൊന്നുള്ള ഇൻസൈറ്റ്സ് ഇവിടെ എടുക്കുക. ഓക്കെ, അപ്പോൾ കൊളസ്ട്രോൾ ഒരു ഔട്ട്ലെയർ ഉണ്ടെന്ന് കിട്ടും. നോർമൽ റേഞ്ച് നമ്മൾ നോക്കിയപ്പോൾ 200 സംതിങ് അല്ലേ, അപ്പോൾ ആ ഒരു റേഞ്ചിലുള്ളത് കൂടുതലുണ്ട്. അതിൻ്റെ പുറത്തേക്കും വാല്യൂസ് ഉണ്ട്. സോ അത് ചിലപ്പോൾ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കൊളസ്ട്രോളിൻ്റെ. അതായത് ഈ 200ൻ്റെ മേലേക്ക് വീട്ടിന് അങ്ങനത്തെ അങ്ങനത്തെ എന്തൊക്കെ കണ്ടീഷനില്ലേ, ആ ഒരു ടൈപ്പായിരിക്കും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കുക. അപ്പോൾ മെഡിക്കൽ ഫീൽഡിലുള്ള ഡാറ്റയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നും പോയിട്ട് സെപ്പറേറ്റ് സെർച്ച് ചെയ്ത് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പ്രഡിക്ഷൻസ് കിട്ടും, പക്ഷെ നമുക്ക് ഇങ്ങനത്തെ കണ്ടീഷൻസൊക്കെ വരുമല്ലോ. ഇപ്പോൾ റിയൽ വേൾഡിൽ അത് വേറെ രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. നമ്മളത് ഔട്ട്ലേഴ്സ് അല്ല എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ് ചെയ്യാണ്ട് വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രഡിക്ഷൻ വരുമ്പോൾ നോർമൽ എന്നുള്ള രീതിക്കൊക്കെ ആയിരിക്കും വരുന്നത്. സോ അങ്ങനെ ഓരോന്നും പോയി ചെക്ക് ചെയ്യുക. പിന്നെ ഏജ് റേഞ്ച് എഫക്റ്റ് ചെയ്യണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ പോയിൻറ്റ്സ് ഇപ്പോൾ 1 അല്ലേ ഈ ഒരു ഓറഞ്ച് കളർ വരുന്നത്. നോർമലി കൂടുതൽ ഈ ഓറഞ്ച് പോയിൻറ്റ്സ് വരുന്നത് ഒരു 40 to അറൗണ്ട് 60 ആ ഒരു റേഞ്ചിലാണ്. ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു വാല്യൂസ് കൂടുതൽ വരുന്നത് ഓറഞ്ച് കണ്ടോ. ആൻഡ് അത് തന്നെ കൊളസ്ട്രോൾ എന്നുള്ള റേഞ്ച് വരുന്നത് അതിൻ്റെ വാല്യൂസ്. ഇതിപ്പോൾ കമ്പയർ ചെയ്ത് നോക്കുന്ന പോലെ ഇപ്പോൾ ഏജ് കൂടുമ്പോൾ കൊളസ്ട്രോൾ ഏത് രീതിയിൽ വരുന്നുണ്ട്. ഇപ്പോൾ താഴത്തേക്ക് നോക്കുക, ഏജ് എന്നുള്ള കാറ്റഗറി, അതിൻ്റെ കൂടെ കൊളസ്ട്രോൾ വരുമ്പോൾ എന്ത് ചേഞ്ചാണ് വരുന്നത് എന്നുള്ളത്. അങ്ങനെയാണ് ഇൻസൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഈക്വൽ ടു അതിൻ്റെ പേര് കൊളസ്ട്രോൾ. ഡാറ്റ ഈസ് ഈക്വൽ ടു TF. കൊളസ്ട്രോളിൻ്റെ സ്പെല്ലിംഗ് അതാണോ? എന്താവട്ടെ, കുഴപ്പമില്ല. ഹാർട്ട് ഡിസീസസ്.
സോ അതിൽ പോസിബിൾ ആയിട്ടുള്ളതിൽ കൊളസ്ട്രോൾ കുറച്ച് ഔട്ട്ലേസ് വരുന്ന പോലെയുണ്ട്, ട്രീറ്റ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് നമ്മൾ പ്ലോട്ടിങ് കുറച്ച് ചെയ്ത് കഴിഞ്ഞു. കൂടുതൽ പ്ലോട്ടിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇൻസൈറ്റ്സ് കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് ഏതൊക്കെയാണ് വേണമെങ്കിൽ 1:1 ഇങ്ങനെ ടാർഗറ്റുമായിട്ട് എങ്ങനെ വരുന്നു ആ രീതിയിൽ എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് കൊടുക്കില്ലേ നമ്മൾ, x= ടാർഗറ്റ്, y= ആ ഒരു രീതിയിൽ കൊടുക്കുക, പ്ലോട്ട് ചെയ്യുക, ഡാറ്റ DF എന്ന് പാസ് ചെയ്യുക. ഓരോന്നായിട്ട് ഓരോ ടൈമിൽ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് തോന്നുന്നു. ഈ പെയർ പ്ലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം അങ്ങനെ കമ്പയർ ചെയ്തിട്ട് ഇപ്പോൾ ഏജും കൊളസ്ട്രോളും കൂടി അങ്ങനെ വരുന്നുണ്ട്, ആൻഡ് ജെൻഡറും കൊളസ്ട്രോളും എങ്ങനെയാണ് വരുന്നത്, ആ ഒരു രീതിയിലുള്ള ഇൻസൈറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ടോട്ടലി ആ ഒരു പെയർ പ്ലോട്ട് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ ജസ്റ്റ് ആ ഏജ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ എങ്ങനെയാണ് കൗണ്ട് പ്ലോട്ട് വെക്കുന്ന ആക്ച്വലി ഡാറ്റ ഇംബാലൻസ്ഡ് ആണോ ബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇന്നലെ ചെക്ക് ചെയ്തപ്പോൾ ഒരെണ്ണം 150 ഒരെണ്ണം 250+ ഉണ്ടായിരുന്നില്ലേ, സ്ലൈറ്റ്ലി ഇംബാലൻസ്ഡ് ആണ്. ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ് ആ ഒരു രീതി. നെക്സ്റ്റ് സ്പ്ലിറ്റ് ചെയ്യുക ഇൻപുട്ട് ഔട്ട്പുട്ട്. അതിൽ എക്സ്ട്രാ ഒരു ഇതും കൂടി പാസ് ചെയ്യുന്നുണ്ട്, സ്ട്രാറ്റിഫൈ എന്ന് പറഞ്ഞിട്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെടുക്കുന്ന ഈ ഒരു ട്രെയിനിങ് ടെസ്റ്റിംഗ് ഡാറ്റ ഇല്ലേ, അതിനെ പ്രോപ്പറായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 60% പ്രഡിക്ഷൻസ് ചില സമയത്ത് ഈ സ്പാം എന്നുള്ള ടൈപ്പും ബാക്കിയുള്ള 40% നോൺ സ്പാമും വരുന്നുണ്ട് വയ്ക്കുക. അപ്പോൾ ആ ടൈമിൽ അത് ആ ഒരു സെയിം സ്പ്ലിറ്റ് തന്നെ ഈ ഒരു കറക്റ്റ് സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്നതിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്ട്രാറ്റിഫൈ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റേഷ്യോ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രാറ്റിഫൈ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഇത് യൂസ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. നെക്സ്റ്റ് ചെയ്യേണ്ടത് സ്കെയിലിംഗ് ആണ്. സ്കെയിലിങ്ങിന് ബേസിൽ ചെയ്യണമെന്ന് ആവശ്യമില്ല, ബട്ട് നമ്മൾ ആ ഒരു പൈപ്പ് ലൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തു പോകുന്നു എന്നുള്ളൂ. സ്കാനർ = സ്റ്റാൻഡേർഡ് സ്കാനർ. സ്ട്രെയിൻ കൺവേർട്ട് ചെയ്യുക. സ്ട്രെയിൻ = സ്കാനർ തൊട്ട് ട്രാൻസ്ഫോം സ്ട്രെയിൻ.
നെക്സ്റ്റ് ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡൽ സെലക്ട് ചെയ്യുന്നതാണ്. മോഡൽ സെലക്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഇതിൽ പാരാമീറ്റേഴ്സും സംഭവങ്ങളൊന്നുമില്ല. മോഡൽ ഈക്വൽ ടു ഗോസിയൻ NB ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനകത്ത് ചൂസ് ചെയ്യാം. ദെൻ മോഡൽ ഡോട്ട് ഈ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുക. മോഡൽ ഡോട്ട് ഫിറ്റ് സ്കെയിലിങ് ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു ഡാറ്റ എക്സ്ട്രെയിന് ട്രെയിൻ ഡാറ്റ ടോട്ടലി ഇതിലുണ്ടാവും. അത് കൊടുക്കുക. മോഡൽ ലോഡാവും. ദെൻ വൈപ്രെഡ് എന്നുള്ളത് മോഡൽ ഡോട്ട് പ്രെഡിക്റ്റ് ടെസ്റ്റ്. ഓക്കെ, വൈപ്രെഡ്. നെക്സ്റ്റ് ഇവാലുവേഷൻസ് ആണ്. ഞാൻ ഈ UC സ്കോർ ആ ഒരു ഇത് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ വൈപ്രോബ എന്ന് പറഞ്ഞിട്ടൊരു ഇത് കാണിച്ചു തന്നായിരുന്നില്ലേ, ഈ ഒരു ഇത് പ്രോബബിലിറ്റീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വൈപ്രോബ എന്ന് പറഞ്ഞിട്ട് ഈക്വൽ ടു മോഡൽ ഡോട്ട് ഇതിൽ തന്നെ ഉണ്ടാവും. മോഡൽ ഡോട്ട് പ്രൊഡിക്റ്റ് പ്രോബ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. എക്സ് ടെസ്റ്റ് അതിലുണ്ടാവും വൈപ്രോബ എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു രീതിയിൽ ആ പ്രോബബിലിറ്റീസ് കളക്ട് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് മോഡൽ ഇവാലുവേഷനാണ്. മോഡൽ പ്രൊഡിക്ഷൻ. മോഡൽ ഇവാലുവേഷൻ. ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു സംഭവം സ്കോർ ചെക്ക് ചെയ്യുക. സ്കോർ ഈക്വൽ ടു അക്യുറസി സ്കോർ ഓഫ് വൈറ്റ് ടെസ്റ്റ് ആൻഡ് വൈപ്രെഡ്. ടെസ്റ്റും വൈപ്രെഡും പ്രിന്റ് അക്യുറസി സ്കോർ. %82 ആൻഡ് ഇതിൽ എവിടെയോ ഒരു ഏജസ് എന്തോ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യാനുണ്ടായിരുന്നു. നോക്കിയിട്ട് ചെയ്യാം നമുക്ക്. 82 ആൻഡ് റിപ്പോർട്ട്. ഇതിൻ്റെ ഇടയിൽ കോറിലേഷൻ ചെക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ വിട്ടുപോയി.
ഹൈ കോറിലേഷൻ വരുന്ന ഒരുപാടില്ല, ജസ്റ്റ് ഒരു 42 ആ ഒരു റേഞ്ചൊക്കെ വരുന്നുള്ളൂ. സോ ഒരുപാട് ഫീച്ചേഴ്സ് അങ്ങനെ റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നെഗറ്റീവ് കോറിലേഷനും കൂടി ചെക്ക് ചെയ്യണം. ഇത് ഭയങ്കര ഹൈ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ റിമൂവ് ചെയ്യുക, അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. ഒരുപാട് കോറിലേഷനുള്ള ഇല്ലായിരുന്നു, അപ്പോൾ കുഴപ്പമില്ല. നെക്സ്റ്റ് ഈ റിപ്പോർട്ട് ഒരു 82% വരെയൊക്കെയാണ് ഇത് വരുന്നത്. ആൻഡ് സപ്പോർട്ട് വലിയ കുഴപ്പമില്ല. സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇംബാലൻസ്ഡ് ആണോ ബാലൻസ്ഡ് ആണോ ചെക്ക് ചെയ്യില്ലേ. ഇപ്പോൾ സപ്പോർട്ട് രണ്ട് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ 105ഉം ഇവിടെ ഒരു 300ഉം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബാലൻസ്ഡ് ആക്കിയിട്ട് ചെക്ക് ചെയ്യണം. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഇത് ട്യൂൺ ചെയ്തിട്ട് വർക്ക് ചെയ്യുക. കൺഫ്യൂഷൻ മെട്രിക്സ് മിസ്ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതാണ് ഈ ഒരു 82% അക്യുറസി വരുന്നത്. ഇപ്പോൾ 0 ആയിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുന്നത് 78 ആൻഡ് 1 ആയിട്ട് 22 പ്രൊഡിക്റ്റ് ചെയ്യുന്നുണ്ട് ടോട്ടൽ ഡാറ്റയിൽ. ആൻഡ് 0 ആയിട്ട് 13 പ്രൊഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് 1 ആയിട്ട് 92. സോ ഈ 2 മിസ്ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത് നോക്കിയാൽ എനിക്കിപ്പോൾ മനസ്സിലാവണില്ലേ? ഇത് കോറിലേഷൻ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ നോക്കുക, ഏജും തമ്മിലാണ് ഇവിടെ 1 എന്നുള്ളത്. 1 എന്ന് പറഞ്ഞിട്ട് ഹയർ ഇത്. അപ്പോൾ അതേപോലെ തന്നെ ഇതിൽ വേറെ എന്തെങ്കിലും എടുക്കുക, FBSഉം ഏജും തമ്മിൽ 0.12 ആണുള്ളത് കോറിലേഷൻ. സെയിം രീതിയിലാണ് ഈ ഹീറ്റ് മാപ്പ് ചെക്ക് ചെയ്യുക. അതിൻ്റെ ഇവിടെ 0 ഇല്ലേ? അപ്പോൾ 0 ആയിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുന്നത് 78, 1 0 ആയിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുന്നത് 30. നിനക്ക് മനസ്സിലായോ? ഇതെങ്ങനെ എടുക്കുക? 1 എങ്ങനെ വരിക? ശരി, 0 1 ആയിട്ട് പ്രൊഡിക്റ്റ് ചെയ്യണ എത്ര എണ്ണം ഉണ്ട്? വണ്ണ് 0 ആയിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. ട്രൂ ലേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി കിട്ടേണ്ടത് പ്രഡിക്റ്റഡ് എന്ന് പറയുമ്പോൾ ഇതും കൂടി നോക്കണം. പ്രഡിക്റ്റഡും ട്രൂ ലേബിളും നോക്ക്. എനിക്ക് ആക്ച്വലി 1 വരേണ്ടത്. അത് 1 0 ആയിട്ട് എന്ന് പറയുമ്പോൾ 1 ആയിരുന്നു ആക്ച്വലി വരേണ്ടത്, പക്ഷേ 0 ആയിട്ടാണ് പ്രഡിക്റ്റ് ചെയ്തത്. അത് എത്ര എണ്ണം ഉണ്ട്? ട്രൂ ലേബിളും പ്രഡിക്റ്റഡ് ലേബിളും നോക്ക്. ട്രൂ ലേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഒരു വരേണ്ട നമ്പർ അതാണ് ട്രൂ ലേബിൾ. പ്രഡിക്റ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചേഞ്ചസ് വേണമെങ്കിലും വരാമല്ലോ, അതാണ് പ്രഡിക്റ്റഡ് ലേബിൾ.
ഓക്കെ, എനിക്ക് 0 ആണ് പ്രൊഡിക്റ്റ് ചെയ്യേണ്ടിയിരുന്നത്. 0 ആയിട്ട് തന്നെ വന്നു. അത് എത്ര എണ്ണം ഉണ്ട്? 13. 0 ആയിട്ട് പ്രൊഡിക്റ്റ് ചെയ്തത് 13. എടാ ഇങ്ങനെ നോക്കുക, 0 ഇവിടെ അല്ലേ പിന്നെ 0 വരുന്നത്. അപ്പോൾ 0 ഇതിൻ്റെ നേരെ XY ഇൻ്റർസെക്ഷൻ ഇല്ലേ, അതാണ് പ്രോപ്പർലി ഇതിൽ നോക്കുക. ഇതിപ്പോൾ അങ്ങനെ നോക്കിയാൽ മതി. ഇതിപ്പോൾ X ആക്സിസ് ആണെന്നുണ്ടെങ്കിൽ ഇത് Y ആക്സിസ്. അപ്പോൾ 0 എന്ന് പറഞ്ഞിട്ട് X Y കൊടുത്തിട്ടുണ്ടെങ്കിൽ എവിടെ വരും? 78. അപ്പോൾ 1 0 ആയിട്ട് പ്രൊഡിക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എവിടെ വരും? 1 0 ആയിട്ട് എന്ന് പറയുമ്പോൾ 1 ട്രൂ ലേബലും 1 ട്രൂ ലേബൽ. അപ്പോൾ എവിടെ വരും? Y ആക്സിസിൽ. ആൻഡ് 1 0 ആയിട്ട് എന്ന് പറയുമ്പോൾ X ആക്സിസിൽ 0 വരും. അത് എത്ര നമ്പറാണ്? 13. അങ്ങനെയാണ് നോക്കുക. ആൻഡ് 1 ആയിട്ടെന്ന് പറയുമ്പോൾ അങ്ങനെയാണ് നോക്കുക. ഓക്കെ, ഈ രീതിയിലാണ് ചെക്ക് ചെയ്ത്. ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ് മിസ്റ്റേക്ക് വരുന്നത് നോക്കില്ലേ. നമ്മൾ ലോസ് ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്തായിരുന്നില്ലേ റിഗ്രഷനിൽ, അതേപോലെ തന്നെ ഇതിൽ ഈ മിസ്ക്ലാസിഫിക്കേഷൻ വരുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമ്മൾ പിന്നെ കറക്റ്റ് ചെയ്യേണ്ടത്. ഒന്നുമില്ല ഇംബാലൻസ്ഡ് ആവും ഡാറ്റ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും. എന്തായിരുന്നു ഇതിലെന്തോ ഒരു ഇമ്പ്യൂട്ടർ അങ്ങനെ എന്തോ യൂസ് ചെയ്യാണ്ടായിരുന്നു, നോക്കട്ടെ. ഓക്കെ, പിന്നെ മറ്റേ ആ ഒരു പ്രോബബിലിറ്റി AUC സ്കോറും കൂടി ചെക്ക് ചെയ്യുക. എന്തായിരുന്നു? നോക്കട്ടെ, ഡാറ്റ സെറ്റ് എടുത്ത് നോക്കട്ടെ. അതിലെന്തോ ഒരു എക്സ്ട്രാ സ്റ്റെപ്പും കൂടി ഉണ്ടായിരുന്നു, ഏജിൻ്റെ അതിനെന്തോ ചെയ്യാൻ. ചില മിസ്സിംഗ് വാല്യൂസ് ഉണ്ടായിരുന്നല്ലോ. ഇല്ല, ഏജ് DF ഈസിൻ്റെ ഡോട്ട് സമ്മ് ഡ്യൂപ്ലിക്കേറ്റഡ് റിമൂവ് ചെയ്തു. സെന്നെ ഡോട്ട് സമ്മ് ഏജ് മിസ്സിംഗ് വാല്യൂസ് ഇല്ല, അപ്പോൾ കുഴപ്പമില്ല. നോർമൽ റേഞ്ച് എത്ര ആയിരുന്നു? 29 60. അതും വലിയ കുഴപ്പമില്ല. മേ ബി ഏതിലെങ്കിലും വേറെ മേ ബി ഔട്ട്ലേഴ്സ് ഇതൊക്കെ വരുന്നതുകൊണ്ടായിരിക്കും, അതും കൂടി ട്രീറ്റ് ചെയ്യണമായിരിക്കും. ത്രെഷോൾഡ് ആ സാധനം, അങ്ങനത്തെ വാല്യൂസും കൂടി ട്രീറ്റ് ചെയ്യണമായിരിക്കും. അത് പിന്നെ വരുന്നത് സോ അത് ഇമ്പ്രൂവ് ചെയ്യുക. പിന്നെ ട്യൂണിങ് ഇതൊക്കെ വരണം. അത് ഈ അൽഗോരിതംസ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഇതിലെടുക്കാം. ഇത്രയാണ്. ഇനി ഡൗട്ട്സ്? കോഡിൽ മോഡൽ ഇത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, പാരാമീറ്റർ ഇതൊന്നുമില്ല. പിന്നെ ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ബെർണൗലി ആൻഡ് മറ്റേ മൾട്ടിനോവൽ NP ഇവിടെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നോക്കിയാൽ മതി. സ്കെയിലർ ഡോട്ട്